ബഹുമാനപ്പെട്ട ജ്യോതിസ്കുമാർ സാർ, സഹായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അല്ലി ടീച്ചർ, സെക്രട്ടറി അരുൺകാന്ത്, അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ BEd കോളേജ് പ്രിൻസിപ്പൽ അൻകുമാർ സാർ, സഹായത്തിൻ്റെ കോർപ്പറേഷൻ ഭാഗമായി എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുറച്ച് ദിവസമായി പദയാത്രയുടെ മീറ്റിങ്ങുകളും പരിപാടികളുമായിട്ട് തിരക്കിലാണ്. ഇന്നും രാവിലെ തന്നെ മീറ്റിങ്ങുകളാണ്. വൈകിട്ട് സംയുക്ത കമ്മിറ്റി കഴിഞ്ഞു, ഏകദേശം കാര്യങ്ങളൊക്കെ രാവിലെയായി, ബാക്കി അതിനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. CDPO എന്നതിൻ്റെ തിരക്കിലാണ്. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തിരക്ക് നിങ്ങൾക്കറിയാം, ഇന്നത്തെ തിരക്കിൽ നമുക്കൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ സമയത്ത് ചതയം പിന്നെ ഞായറാഴ്ച വന്നു. ആ ചതയത്തിൽ നമുക്ക് നമ്മുടെ സമുദായത്തിന് ഏറ്റവും പ്രിയങ്കരനായ ശ്രീധരനന്ദിയുടെ മകൻ ജ്യോതിസ്കുമാർ സാറാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം പേര് പോലെ തന്നെ ജ്യോതിഷത്തിൽ വളരെ പ്രമുഖനായ ഒരാളാണ്. അദ്ദേഹത്തെ വിളിക്കുന്നത് നമ്മൾ വലിയ ഭാഗ്യമായി കരുതുന്നു. ഇന്നത്തെ വിഷയം പിന്നീടുള്ള വിഷയമാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം നമുക്ക് ക്ലാസ് തരുന്നതാണ്. ഇന്നിവിടെ എത്തിയ ഇന്നിപ്പോൾ നമ്മുടെ ശാഖാതിൻ്റെ പലരും ശിവഗിരിക്ക് പോലെ മൈക്രോവേവിൽ ശിവഗിരിക്ക് പോയിരിക്കുന്നു. അതുപോലെ കുറച്ചു മുമ്പുണ്ടായ മരണവും എല്ലാം ഉണ്ട്. എങ്കിൽ പോലും ഇവിടെ എത്തിയ എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാറ് പ്രഭാഷണം ഓം ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായകർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ ഗുരുഭ്യോ നമഃ. ഓം നമോ ഗണേഭ്യോ ഗണപതിഭ്യശ്ച നമഃ. ഓം നമഃ സഭാഭ്യഃ സഭാപതിഭ്യശ്ച നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരമബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുപരമ്പരകളെ സ്മരിച്ചുകൊണ്ട് ഈ പിണ്ടനന്ദി പഠിപ്പിച്ചു തന്ന റിട്ടയർഡ് പ്രൊഫസർ ഗീതാ സുരാജിനെ സ്മരിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിന് അവസരമൊരുക്കി തന്ന ഇതിൻ്റെ സംഘാടകരാണ്, അതുപോലെ തന്നെ സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഗുരുക്കന്മാർ, അമ്മമാരെ, ഭക്തജനങ്ങളെ എല്ലാവർക്കും പ്രത്യേകം സ്നേഹാദരവോടെ വന്ദനവും സ്വാഗതവും ധന്യവാദവും സമർപ്പിക്കുന്നു. ഗുരുദേവ കൃതികൾക്ക് ഒരു വിശേഷത എന്തെന്നാൽ ഏത് കൃതി എടുത്തു കഴിഞ്ഞാലും അതിനൊരു സാധനാ സമ്പ്രദായം തന്നെ, ഒരു സിദ്ധാന്തമുണ്ടായിരിക്കും, ഒരു അനുഭൂതിയുണ്ട്. ചില കൃതികൾ പാടിക്കഴിയുമ്പോൾ മനസ്സ് ശാന്തമാവുന്നുണ്ട്. വ്യത്യസ്തമായ പ്രയോജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഗുരുദേവൻ കൃതികൾ എഴുതി വച്ചിരിക്കുന്നത്. പിണ്ടനന്ദി എന്ന കൃതി പിണ്ടത്തിനായിക്കൊണ്ട് നന്ദി പറയുകയാണ്. ഇതൊരു ശിവസ്തോത്രമാണ്. സ്തോത്രത്തിൻ്റെ ഒരു ലക്ഷണവും ഇതിലില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്തോത്രം ഗുരുദേവൻ രചിച്ചത്? ഇങ്ങനെ ഒരു കൃതി ഒരു മഹർഷിയും ഒരു ഗുരുവും രചിച്ചിട്ടില്ല എന്നാണ് കാണുന്നത്. ഗർഭത്തിലിരിക്കുന്ന പിണ്ഡം ശംഭുവിനോട് നന്ദി പറയുക. ശംഭു ശം ഭവതി ഇതി ശംഭു. ശം മംഗള, മംഗളത്തെ ഭവിപ്പിക്കുന്നു, ഉണ്ടാക്കിത്തരുന്നതാണ് ശംഭു. ശിവൻ എന്ന് പറയുന്ന സങ്കല്പം 3 കർത്തവ്യമാണ് ദേവതമാർക്കുള്ളത്: സൃഷ്ടി, സ്ഥിതി, സംഹാരം. സൃഷ്ടി ബ്രഹ്മാവിനുള്ളത്, സ്ഥിതി വിഷ്ണു, സംഹാര കർത്തൃത്വമാണ് ശിവനുള്ളത്.
ഇത് സാമാന്യന ഇങ്ങനെ പറയുമെങ്കിലും 3 കർത്തൃത്വവും ശിവനിൽ അടങ്ങിയിരിക്കുന്നു. ശിവൻ വ്യക്തിപരമായിട്ടുള്ള ഒരു ദേവതാ സങ്കല്പം, ഒരു പേഴ്സോണിഫിക്കേഷൻ ശിവനില്ല. ശിവന്റെ അച്ഛനാര്, അമ്മയാര്, ശിവന്റെ കുടുംബം ഏതാണ്, കുലം ഏതാണ്, പ്രതിഷ്ഠയിൽ ലിംഗമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, മൂർത്തി ശരീരം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രഹ്മത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാര കർത്തൃത്വം പരമശിവനിൽ അടങ്ങിയിരിക്കുന്നു. സർവാസാമപി വിദ്യാനാം ഉത്കൃഷ്ട ശ്രുതി ഉച്യത. എല്ലാ വിദ്യകളിലും വെച്ച് ശ്രുതിയാണ് ഏറ്റവും വലുത്. ചതുർണാനാം അഭിവേദാനാം യജുർവേദവും വിശിഷ്യത. 4 വേദങ്ങളിലും വെച്ച് യജുർവേദമാണ് വിശിഷ്യമായിട്ടുള്ളത്. യജുർവേദേ ചതുഷ്കാണ്ഡ. യജുർവേദത്തിൽ 4ാമത്തെ കാണ്ഡമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ സോമായ ചേത്യത്ര. അവിടെ നമ സോമായ എന്ന് തുടങ്ങുന്ന ഒരു അനുവാകമുണ്ട്. അവിടെയാണ് പഞ്ചാക്ഷരി പഞ്ചാക്ഷര മന്ത്രം കിടക്കുന്നത്. ആ പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ മധ്യഭാഗത്താണ് ശിവശബ്ദം കിടക്കുന്നത്. പഞ്ചാക്ഷരി തന്മധ്യേ ജീവരത്നം സ്യാത്. അതിൻ്റെ നടുക്കാണ് ജീവനുള്ള രത്നമായിരിക്കുന്ന ശിവശബ്ദം. നമഃശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രത്തിന്റെ നടുക്കാണ് ശിവശബ്ദം കിടക്കുന്നത്. ഈ ശിവശബ്ദത്തിന് ജീവനുണ്ടെന്നാണ് പറയുന്നത്. ജീവനുള്ള രത്നമാണ് ശിവശബ്ദം. ശിവന്റെ 108 നാമങ്ങളാണ് ശിവ അഷ്ടോത്തര ശതം എന്ന പേരിലുള്ളത്. അതിൽ ശ എന്ന അക്ഷരം തുടങ്ങുന്ന നാമങ്ങൾ അനവധിയുണ്ട്. ഓം ശംഭവേ നമ, ഓം ശശിശേഖരായ നമ, ഓം ശിവായ നമ, ഓം ശിപി വിഷ്ടായ നമ, ശങ്കരായ നമ. ശ എന്ന അക്ഷരത്തിൻ്റെ രഹസ്യം പാർവതിയോട് ശിവൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്നതാണ് ശകാരം. ആ ശംഭു 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 എന്നാണ് ഈ കൃതിയിൽ ഗുരുദേവൻ ആവർത്തിച്ച് പറയുന്നത്. ഒരു പുരുഷനും സ്ത്രീയും ബീജസങ്കലനം ചെയ്ത് ആ പിണ്ഡം എന്ന പദത്തിന് കൂട്ടിച്ചേർന്നിരിക്കുന്നത് എന്നർത്ഥം. പിടി ധാതുവാണ്. സംഘാതെ എന്നർത്ഥം. കൂട്ടിച്ചേർന്നത്. പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടിച്ചേർന്നിരിക്കുന്ന കലലം, ബുദ്ബുദം, പിണ്ഡം, ഇങ്ങനെ ഓരോ വ്യത്യസ്തമായ ഭാവങ്ങളുണ്ട്. ഇത് ഗർഭോപനിഷത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഗർഭോപനിഷത്ത് വായിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് ഗുരുദേവൻ ഈ കൃതി എഴുതിയത്. ആ ഗർഭോപനിഷത്ത് എഴുതിയിരിക്കുന്നത് വ്യാസമഹർഷിയുടെ അഥർവ വേദ ശാഖ പരമ്പരയിലെ പിപ്പലാദ മഹർഷിയാണ്. ആ ഗർഭോപനിഷത്തിലേക്ക് ഒന്ന് പ്രവേശിച്ചതിന് ശേഷം നമ്മൾ പിണ്ഡനോന്നി പഠിക്കുന്നതായിരിക്കും നല്ലത്. ബീജസങ്കലനം കഴിഞ്ഞതിന് ശേഷം അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള സ്കാനിങ്ങിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന കുട്ടിയെ, ശിശുവിനെ രക്ഷിക്കുന്നത് ആ അച്ഛനമ്മമാരല്ല, സാക്ഷാൽ ഭഗവാൻ ശംഭു തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു മഹർഷിയും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, വേറെ ഗുരുക്കന്മാരും പറഞ്ഞിട്ടില്ല. ആ ഗർഭോപനിഷത്തിൽ ആദ്യത്തെ ശ്ലോകം തന്നെ മനുഷ്യ ശരീരത്തിൻ്റെ സ്വഭാവമാണ് പറയുന്നത്. പഞ്ചാത്മകം, പഞ്ചഭൂതഗുണം, പൃഥിവി, തേജോ, വായു, ആകാശമായിരിക്കുന്ന പഞ്ചഭൂതാത്മകമാണ് മനുഷ്യ ശരീരം. പഞ്ചസു വർത്തമാനം, 5 എന്ന കാര്യങ്ങളിൽ അനവധി കാര്യങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. ഷഡാശ്രയം, 6 എന്ന ആശ്രയത്തോട് കൂടിയതാണ് മനുഷ്യ ശരീരം. ഷഡ് ഗുണയോഗയുക്തം, തത് സപ്തധാതു, 7 ധാതുക്കളോട് കൂടിയതാണ് മനുഷ്യ ശരീരം. ത്രിമലം, 3 മലങ്ങളാണ്, 3 ദോഷങ്ങളാണ്. വാതപിത്ത കഫ, 3 ദോഷങ്ങളോട് കൂടിയതാണ് ഒരു മനുഷ്യ ശരീരം. ആ മനുഷ്യ ശരീരം എന്ന് പറയുമ്പോൾ അത് സ്ത്രീയുമാവാം പുരുഷനുമാവാം. ദ്വിയോനി, അത് പുരുഷയോനിയുമാണ് സ്ത്രീയോനിയുമാണ്. 2 തരത്തിലാണ് മനുഷ്യ ശരീരമുള്ളത്. ചതുർവിധ ആഹാരമയം ശരീരം, 4 തരത്തിലുള്ള ആഹാരത്തോടു കൂടിയതാണ് ശരീരം. അപ്പം ശരീരത്തിൻ്റെ, മനുഷ്യ ശരീരത്തിൻ്റെ സ്വരൂപവും മനസ്സിലാക്കുക, സ്വഭാവവും മനസ്സിലാക്കുക. അതിനുശേഷമാണ് നമ്മൾ കൃതിയിലേക്ക് പ്രവേശിക്കുന്നത്. പഞ്ചാത്മകം, പഞ്ചഭൂതാത്മകമാണ്. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്നീ 5
ധാതുക്കൾ, 5 വസ്തുക്കൾ ഏതോ ചില റേഷ്യോ അഥവാ ഒരു പ്രപ്പോർഷൻ കൃത്യമായ ഒരു അളവിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ് മനുഷ്യ ശരീരമാകുന്ന വ്യഷ്ടി സങ്കല്പം. പ്രകൃതിയാകുന്ന സമഷ്ടി സങ്കല്പത്തിലും ഈ പഞ്ചഭൂതങ്ങളുണ്ട്. പഞ്ചപ്രാണന്മാര്, പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ, ഇത് പ്രധാനപ്പെട്ട പ്രാണന്മാരാണ്. ഉപപ്രാണന്മാര് ധനഞ്ജയൻ, തൃകലൻ ഇങ്ങനെയുള്ള ദേവതത്വം മുതലായ ഉപപ്രാണന്മാരോട് കൂടിയതാണ്. പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി മുതലായ ജ്ഞാനേന്ദ്രിയങ്ങൾ. വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥം തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങളോട് കൂടിയതാണ് ശരീരം. പഞ്ച തന്മാത്രകളുണ്ട്. ശബ്ദ, രൂപ, രസ, ഗന്ധ, സ്പർശ തന്മാത്രകളുണ്ട്. പഞ്ചകോശങ്ങളോട് കൂടിയതാണ്. അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, ആനന്ദമയകോശം, ഇങ്ങനെ വ്യത്യസ്തമായ പേരുകളോടുകൂടിയ കോശസങ്കല്പങ്ങൾ മനുഷ്യ ശരീരത്തിനുണ്ട്. ഈ അന്നമയ കോശം എന്ന് പറയുന്നത് സ്ഥൂല ശരീരമാണ്. ഗുരുദേവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 3 ശരീരങ്ങളുണ്ട്: സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഇതിൽ അന്നമയ ശരീരം, അന്നമയ കോശമാണ് സ്ഥൂല ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. സ്ഥൂല ശരീരം എന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ശരീരമാണ്. ഇതിൻ്റെ അകത്തൊരു സൂക്ഷ്മ ശരീരമുണ്ട്. ഇത് കാണാൻ പറ്റുന്നതല്ല. അത് പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ഈ 3 തരത്തിലുള്ള കോശങ്ങളാണ് സൂക്ഷ്മ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി കാരണ ശരീരം, അത് ആനന്ദമയ കോശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയാണ് വേദാന്തത്തിൽ പറയുന്നത്. ഈ 3 തരത്തിലുള്ള ശരീരവുമായി, കോശവുമായി, പ്രാണനുമായി, രസവുമായി, ധാതുവുമായി, ഇതെല്ലാം മനുഷ്യ ശരീരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഉപനിഷത്തിൽ പറയുന്നത്. ഷഡ് ആശ്രയം എന്ന് പ്രത്യേകം പറയുന്നു. 6 ഭാവവികാരങ്ങളുണ്ട്: ജനിക്കുക, നിലനിൽക്കുക, വ്യതിയാനം വരിക, ക്ഷയിക്കുക, നശിക്കുക. ഷഡ് ഭാവവികാരം. ഇനി 6 ശത്രുക്കളുണ്ട്: കാമം, ക്രോധ, ലോഭം, മോഹം, മത, മാത്സര്യാദി ശത്രുക്കൾ മനുഷ്യ ശരീരത്തിലുണ്ട്. 6 രസങ്ങളുണ്ട്: മധുരം, കയ്പ്, പുളി, ചവർപ്പ് മുതലായ രസത്തോടു കൂടിയതാണ് ശരീരം. 6 മലങ്ങളുണ്ട്: മലം, മൂത്രം, ഇതാണ് പ്രധാനപ്പെട്ട 2 മലങ്ങൾ. ഇതുകൂടാതെ കണ്ണിലൊരു മലമുണ്ട്, ചെവിയിൽ മലമുണ്ട്, മൂക്കിൽ കൂടി മലം വരുന്നുണ്ട്, നാക്കിൽ കൂടി സലൈവ ഒരു മലമായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ 6 മലങ്ങളോട് കൂടിയതാണ് ശരീരം. ഷഡ് ഗുണയോഗയുക്തം: ഐശ്വര്യം, വീര്യം, വൈരാഗ്യം, വിജ്ഞാനം, ശ്രീ, യശസ്, ഇതാണ് 6 ഗുണങ്ങൾ. ഇനി സപ്തധാതുക്കളോട് കൂടിയതാണ് ശരീരം. ഉപനിഷത്ത് ഋഷി പിപ്പലാദൻ ഇത് സൂക്ഷ്മമായി വിശകലനം ചെയ്തിരിക്കുകയാണ്. ഈ മനുഷ്യ ശരീരത്തെ രക്തം ഓജസ് ഉണ്ടാക്കുന്നു, രസം പ്രീതി ഉണ്ടാക്കുന്നു, മാംസം അസ്ഥികളെ രക്ഷിക്കുന്നു. ഈ അസ്ഥികളെ രക്ഷിച്ചുകൊണ്ടാണ് ഈ മാംസം ഇറച്ചി നിൽക്കുന്നത്. മേധസ് കണ്ണുകളിൽ സ്നിഗ്ധത ഉണ്ടാക്കുന്നതാണ് മേധസ്. അസ്ഥി ശരീരത്തെ ഊർധ്വായതമാക്കുന്നു. നിൽക്കണമെങ്കിൽ ഒരു സാധനം അതിൻ്റെ അകത്ത്, മനുഷ്യ ശരീരത്തിൻ്റെ അകത്ത് വേണം. ഇതാണ് അസ്ഥി. അസ്ഥി ഇല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ അകത്ത് അസ്ഥി ഉള്ളത് കൊണ്ടാണ്. മജ്ജ അസ്ഥികളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അസ്ഥികളെ സംരക്ഷിക്കുന്നതാണ് മജ്ജ. അസ്ഥി മുറിച്ചു കഴിഞ്ഞതിൻ്റെ അകത്തൊരു ദ്രാവകമുണ്ട്, അതാണ് മജ്ജ. ശുക്ലം അടുത്ത ധാതു, ഇത് സന്താന ഉൽപാദനത്തിന് സഹായിക്കുന്ന ധാതു. ഇങ്ങനെ സപ്ത ധാതുക്കളോട് കൂടിയതാണ് മനുഷ്യ ശരീരം. ഇനി ഈ മനുഷ്യജന്മം കിട്ടണമെങ്കിൽ എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? യോഗശാസ്ത്രത്തിൽ പറയുന്നത് ചതുരശു അശീതി സഹസ്ര ഭവ അന്ത്യജോ മനുജ. 84,000 വിയോനി ജന്മങ്ങൾ. വൃക്ഷലതാദികളുടെ ജന്മമുണ്ട്, പക്ഷി മൃഗാദികളുടെ ജന്മമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് ഒരു മനുഷ്യജന്മം. ജന്തൂനാം നരജന്മ ദുർലഭം. ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുകയാണ്, ഇത് കിട്ടുവാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അനവധി ആയിരക്കണക്കിന് ജന്മങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു മനുഷ്യജന്മമാണ് ഇപ്പോൾ നമ്മളുടേത്. ഒരു സ്ത്രീയുടെ ഋതുകാലത്ത് ഉചിതമായ ഗർഭാധാനത്തിൽ ശുക്ലശോണിത സംയോഗം നടന്നു കഴിഞ്ഞാൽ ഒരു രാത്രി കൊണ്ടത് കലലമാകും. ഒറ്റ രാത്രി കൊണ്ട് കലലം. ഉപനിഷത്തിൽ പറയുന്നു, ജ്യോതിശാസ്ത്രത്തിൽ വരാഹമിഹിരാചാര്യരുടെ ഭൂരാശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നു, കലല കനാങ്കുരാസ്തി ചർമാംഗത ചേതനതാഹ. ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നു 7 രാത്രി കൊണ്ട്
ബുദ്ബുദമുണ്ടാകും. ആദ്യം തന്നെ അത് കലലാണ്. ബീജം രക്തത്തോട് കൂടിച്ചേർന്ന് സാന്ദ്രീകൃതമായി അത് കലലമായി. ഒരു രാത്രി കൊണ്ട് കലലം, പിന്നെ 7 രാത്രി കൊണ്ടാണ് ബുദ്ബുദമാകുന്നത്. 15 ദിവസം കൊണ്ടാണ് പിണ്ഡമാകുന്നത്. ഈ പിണ്ഡത്തിനോടാണ് നന്ദി, പിണ്ഡത്തിനായിക്കൊണ്ടാണ് നന്ദി പ്രകാശിപ്പിക്കുന്നത്. 2 മാസം സാന്ദ്രീഭൂതമായിരിക്കുന്ന ഗർഭത്തിന് ഘനം, കട്ടിയുണ്ടാകും. അതിനുശേഷം ശിരസ്, ആദ്യം ഉണ്ടാകുന്നത് തലയാണ്. 3 മാസം ഘനീഭൂതമായ ഗർഭത്തിന് അങ്കുരമുണ്ടാകുന്നു. ചില അവയവങ്ങൾ മുളച്ചു വരാൻ തുടങ്ങും. ഇതൊക്കെയാണ് കയ്യ്, കാല് മുതലാണ്. തിരിച്ചറിവുണ്ടായി സ്ത്രീ പുരുഷ വേർതിരിവുണ്ടാകുന്നു 3 മാസത്തിൽ. ആ 3 മാസത്തിലാണ് ഈ കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊരു തിരിച്ചറിവ് വരുന്നത്. 4 മാസത്തിലാണ് അസ്ഥികൾ ഉണ്ടാകുന്നത്. കൈമുട്ട്, കാൽമുട്ട്, അര, വയറ്, ഇതൊക്കെ 4 മാസമാണ്. 5 മാസത്തിലാണ് തൊലി ഉണ്ടാകുന്നത്. പൃഷ്ഠഭാഗം, നട്ടല്, അത് 5 മാസമാണ്. 6 മാസത്തിലാണ് നഖ രോമങ്ങൾ ഉണ്ടാകും, മുഖമുണ്ടാകും, മൂക്ക്, ചെവി, കണ്ണു. 7ാമത്തെ മാസത്തിലാണ് ചൈതന്യം ഉണ്ടാകും, ജീവൻ വരുന്നത്. 7 മാസം വരെ ജീവനില്ല, പിണ്ഡമാണ്. പ്രധാനമായും ജീവയുക്തമായ ശരീരമായി മാറും. 8ാം മാസത്തിലാണ് വിശപ്പ്, ദാഹം മുതലായവ ഉണ്ടാകും. 9ാം മാസത്തിലാണ് പേടി ഉണ്ടാകും. ഇതിനകത്തിരിക്കുന്ന ആ ശിശുവിന് പേടി ഉണ്ടാകും. 8 മാസം വരെ പേടിയില്ല. 9ാം മാസത്തിലാണ് ചിന്തകൾ വരാൻ പോകുന്നത്, പേടി ഉണ്ടാകും. അപ്പൊ ഈ 8-9 മാസങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട മാസങ്ങളാണ്. ഈ വിശപ്പും ദാഹവും ഉണ്ടാകുന്ന മാസത്തിൽ ആ അമ്മ ഭക്ഷണം കഴിക്കാതിരിക്കരുത്. അകത്തിരിക്കുന്ന കുട്ടിക്ക് ഭയങ്കര വിശപ്പായി. ഇനി പേടിയുണ്ടാകുന്ന സമയത്ത് അമ്മ പേടിക്കരുത്. ചില സമയത്ത് ഇടിവെട്ടേൽക്കുന്ന ശബ്ദത്തെ കൊണ്ട് ഈ ഗർഭിണി പേടിക്കുന്നു. ഇതിന്റെ വൈബ്രേഷൻ ആ കുട്ടിയിലേക്ക് പോകുന്നു. ഈ 8-9 മാസങ്ങളിൽ പ്രധാനമായി ബ്രഹ്മചര്യശുദ്ധി ഉണ്ടായിരിക്കണമെന്ന് ഗുരുദേവൻ പ്രത്യേകം പറയുന്നുണ്ട്. ഗുരുദേവൻ പറയുന്നത് എന്നാണോ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നത്, യൂറിൻ ടെസ്റ്റ് ചെയ്ത് ഈ സ്ത്രീ പ്രഗ്നൻസി പോസിറ്റീവ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുദേവൻ പറയുന്നു, ഗുരുദേവ ധർമ്മം എന്ന കൃതിയിൽ ഗർഭാധാനത്ത് സമാരഭ്യ പിതരവും ബ്രഹ്മചാരികളും, ഈ 2 പേരും പിന്നെ ബ്രഹ്മചാരികളായിട്ട് ജീവിച്ചു കൊള്ളണം എന്നുവരെയാണത്. സ്യാദാം ശിശോഹോ സ്തന്യപാന നിവൃത്യന്തം യഥാശയോ, ശിശുവിൻ്റെ സ്തന്യപാനം നിർത്തുന്നത് വരെ യാതൊരു കാരണവശാലും ലൈംഗികമായിരിക്കുന്ന സുഖം ആസ്വദിക്കാൻ പാടുള്ളതല്ല. ഗർഭാധാനാത് സമാരഭ്യ പിതരവും ബ്രഹ്മചാരിണവും, ഗുരുദേവ ധർമ്മം എന്ന് പറയുന്ന കൃതിയുണ്ട്. വേറൊരു പേരാണ് ശ്രീനാരായണ സ്മൃതി, അതാണ് ശ്രീനാരായണ ധർമ്മം. അതിൽ 295 ശ്ലോകങ്ങളാണ് മൊത്തത്തിലുള്ളത്. അതിൽ 278 നാമമാണത്. ഗർഭാധാന സമാരഭ്യ. ഈ സമയത്ത് എങ്ങനെയാണോ സാത്വികമായിരിക്കുന്ന ഗുണം ഈ ഗർഭിണിയിലേക്ക് വരുന്നത് അത് കൊണ്ടുവരണം. 8 മാസം 9 മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മാസത്തിൽ പേടിപ്പിക്കുന്ന തരത്തിലുള്ള സീരിയൽ നമ്മൾ പാടില്ല. ഒരു സീരിയൽ കാണുന്ന ഈ ഗർഭിണി കെട്ടിത്തൂങ്ങി മരിക്കുവാൻ വേണ്ടി ഫാനിൽ കെട്ടുന്നു, കയറ് താഴേക്ക് വലിച്ചിടുന്നു. ഈ സമയത്ത് ഈ ഗർഭിണി ഈശ്വര, ഇപ്പൊ ഈ കുട്ടി, ഈ സ്ത്രീ മരിക്കുമോ എന്ന പേടി ഗർഭിണിക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ വൈബ്രേഷൻ ആ കുട്ടിയിലേക്ക് വരും. ആ കുട്ടിയിലേക്ക് ആ വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കുട്ടി ജനിച്ച് 3 വയസ്സ് കഴിയുമ്പോഴേക്കും ആത്മഹത്യ ടെൻഡൻസി ഉണ്ടാവും. അത് ഈ അമ്മയുടെ പ്രവൃത്തിയിൽ നിന്നാണ് വരുന്നത്. ഒരു കാരണവശാലും 6 മണിക്ക് ശേഷം പുറത്ത് പോകരുത്. സന്ധ്യാസമയത്ത് അമാനുഷിക ഉപസർഗങ്ങൾ എന്ന് പറയുന്ന നെഗറ്റീവ് എനർജി വരും. ആ നെഗറ്റീവ് എനർജി മനുഷ്യ ശരീരത്തിലേക്കോ വീടുകളിലേക്കോ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് പഞ്ചശുദ്ധി ഗുരുദേവൻ പ്രത്യേകം പറയുന്നത്. അതിൽ ഗൃഹശുദ്ധി പറയുന്നു. ആ ഗൃഹശുദ്ധിയിൽ പുകയ്ക്കാൻ പറയുന്നത്, വിളക്ക് വെച്ചതിന് ശേഷം പുകയിടാൻ പറയുന്നത്. ചന്ദനത്തിരിയോ അഷ്ടഗന്ധമോ സാമ്പ്രാണിയോ കുന്തിരിക്കുമോ നിങ്ങൾ പുകയ്ക്കണം. ഇത് ഗുരുദേവൻ പ്രത്യേകം പറയുന്നു. ഇത് ഗർഭിണിയുടെ ശരീരത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ആചരിച്ചു കൊള്ളണം. 8ാം സർഗം പഞ്ചമഹായജ്ഞം എന്ന ഭാഗത്ത് 204ാമത്തെ ശ്ലോകത്തിലാണ് ഈ ശ്ലോകം ഗുരുദേവൻ പറയുന്നത്. ശരീരത്തിന്റെ സ്വഭാവം 6ാമത്തേതായിട്ട് വിപ്ലാദ മഹർഷി പറയുന്നു. ത്രിമല, ത്രിദോഷജന്യമാണ്. വാതപിത്ത കഫങ്ങളെ കൊണ്ട് ദുഷിച്ചിരിക്കുന്നതാണ് ഒരു മനുഷ്യ ശരീരം. അതിൽ ചിലതിൽ വാദം കൂടുതലായിരിക്കും, ചിലതിൽ പിത്തം കൂടുതലായിരിക്കും.
ഏതെങ്കിലും കൂടുതലുണ്ടാവും. ദ്വിയോനി, പുരുഷ സ്ത്രീ യോനിയാണ്. ചതുർവിധാഹാരം, 4 തരത്തിലുള്ള ആഹാരങ്ങളാണ്. ഒന്ന് കടിച്ചു കഴിക്കുന്നത്, ഖാദ്യം, ചിപ്സ് ഒക്കെ നമ്മൾ കടിച്ചിട്ടല്ല. ജലം, പേയമാണ്, കുടിച്ചു ഉപയോഗിക്കുന്നത്. പിക്കൾ നമ്മൾ ലേഷ്യമാണ്, നക്കി ഉപയോഗിക്കുന്നത്, നാവ് കൊണ്ടാണ് കഴിക്കുന്നത്. ചവച്ച് കഴിക്കുന്നുണ്ട്. ഒരു അലുവയുടെ കഷ്ണം കിട്ടിയാൽ അത് ചവച്ചാണ് കഴിക്കുന്നത്. അപ്പം ഈ 4 തരത്തിലുള്ള ഭക്ഷണത്തോട് കൂടിയതാണ് മനുഷ്യ ശരീരം. 6, 5, 4 ശുക്ലാധിക്യമുള്ള സമയത്ത് ജനിക്കുന്ന പ്രജയാണ് പുരുഷപ്രജ. രജസ് കൂടുതലായിട്ട് സ്ത്രീപുരുഷന്മാരെ ബന്ധപ്പെടുന്ന സമയത്ത് ചില ശരീരത്തിൽ ശുക്ലത്തിന് ബലം കൂടുതൽ വരുമ്പോൾ അത് പുരുഷപ്രജയാണ്. 2 തുല്യമായിട്ട് വരുന്ന സമയത്താണ് നപുംസക സന്താനമായിട്ട് ജനിക്കുന്നത്. മനസ്സ് വ്യാകുലതയോടുകൂടി ജനിക്കുന്ന സന്താനം സൽസന്താനമായി മാറുകയില്ല എന്ന് പിൽക്കാല മഹർഷി പ്രത്യേകം പറയുന്നത്. ഇത് തന്നെയാണ് ഗുരുദേവൻ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്നത്. വായുവിൻ്റെ സംഘർഷത്തെ കൊണ്ട് അത് ചില സമയത്ത് ഇരട്ട സന്താനമായി മാറും, ട്വിൻസായിട്ട് വരും. അത് 2 തരത്തിലാണ്. മെഡിക്കൽ സയൻസ് പറയുന്നു ഹൈപ്പർ ഓവുലേഷൻ എന്നാണ് പറയുക. ചില സ്ത്രീകൾ അണ്ടോത്പാദന സമയത്ത് 1-ലധികം മുട്ടകൾ പുറത്തുവിടുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ ആ ചോരത്തിളപ്പുള്ള പ്രായത്തിൽ ചിലപ്പോൾ സമയത്ത് അത് അകത്ത് അതിൻ്റെ പ്രവർത്തനം നടക്കും. ചിലത് ചികിത്സ കൊണ്ട് ചിലപ്പോൾ 2 സംഭവിക്കും. 2 അണ്ടം പുറത്തേക്ക് വരുന്നു, പുരുഷന് 2 ബീജം പുറത്തേക്ക് വരുന്നു. ഇങ്ങനെ സങ്കലനം ചെയ്യുന്ന സമയത്ത് അത് ഇരട്ട കുട്ടികളായിട്ട് മാറും. 2 അണ്ടങ്ങൾ പുറത്തു വരികയും 2 വ്യത്യസ്ത ബീജങ്ങളാൽ ബീജസങ്കലനം നടത്തുകയും ചെയ്താൽ 2 വ്യത്യസ്ത ബീജങ്ങളാൽ കുട്ടി പുറത്തേക്ക് വരുന്നു. പ്രസവത്തിന് ശേഷം വളർന്നു വലുതായി വരുമ്പോൾ ഛായ വ്യത്യാസം വരുന്നു. ഉയരം, നിറം, രക്തഗ്രൂപ്പ്, വ്യക്തിത്വം, ഇതെല്ലാം വ്യത്യാസം വരും. ഇതിനെയാണ് ഡൈസൈഗോട്ടിക് എക്കൽ എന്ന് പറയുന്നത്. ഇരട്ട കുട്ടികളാണ്, പക്ഷേ 2 ബ്ലഡ് ഗ്രൂപ്പാണ്, 2 നിറവ്യത്യാസം, ഹൈറ്റ് വ്യത്യാസം, സ്വഭാവ വ്യത്യാസം, ഭക്ഷണത്തിൽ താല്പര്യ വ്യത്യാസം, എല്ലാം വ്യത്യസ്തമായ സ്വഭാവത്തോടുകൂടി ഇരട്ട കുട്ടികൾ ജനിക്കും. ഇനി ബീജസങ്കലനം ചെയ്ത മുട്ട 2ആയി പിരിയുന്നു. ചില സമയം സ്പ്ലിറ്റായി വ്യത്യസ്തമായ ഭ്രൂണങ്ങൾ രൂപപ്പെടും. അത് സമാന ഇരട്ടകളായിട്ട് വരും. ഇവർ 2 പേരും ഒരേ അളവാണ്, ഒരേ ഹൈറ്റാണ്, ഒരേ ബ്ലഡ് ഗ്രൂപ്പാണ്, 2 പേർക്കും ഒരേ ഭക്ഷണമാണ്, 2 പേർക്കും ഒരേ താല്പര്യങ്ങളാണ്, വ്യക്തിത്വങ്ങളാണ്. ഇതും ട്വിൻസായിട്ട് വരും. ഇതും അതിൻ്റെ അകത്ത് സംഭവിക്കും. പഞ്ചാത്മകം സമർത്ഥമാകുമ്പോഴാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ വരുന്നത്. ഈ പഞ്ചാത്മകം ആദ്യമേ പറഞ്ഞു, പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, ഇതിൻ്റെ ആ ഒരു കഴിവ്, ശക്തി പ്രകടിപ്പിക്കുന്ന സമയത്ത് ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രകാശിക്കുന്നു. ബുദ്ധിവികാസം ഉണ്ടാകുന്നു, ഗന്ധരസാദി ജ്ഞാനമുണ്ടാകുന്നു, 16 വികാരങ്ങൾ ഉണ്ടാകുന്നു. മാതാവ് കഴിക്കുന്ന അന്നം, ജലം മുതലായവ അയാൾ സൂത്രത്തിൽ കൂടി, പൊക്കിൾ കൊടിയിൽ കൂടിയാണ് ഈ കുട്ടി കഴിക്കുന്നത്. ഈ സമയത്ത് പൂർവജന്മ സ്മരണം ഉണ്ടാകുന്നു. ഇതാണ് ഏറ്റവും വലിയൊരു രഹസ്യം. ഓരോ മാസവും ഓരോ അവയവങ്ങൾ വളർന്ന് 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 ബുദ്ധിവികാസം ഉണ്ടായി, ജ്ഞാനേന്ദ്രിയങ്ങളുടെ ജ്ഞാനം പ്രകാശിപ്പിക്കുന്ന വിധത്തിലായി. ഇതിന് ശേഷം എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആരായിരുന്നു, ഞാൻ എന്തായിരുന്നു, ഞാൻ എന്തെല്ലാം കർമ്മങ്ങളാണ് ചെയ്തത്, ശുഭകർമ്മങ്ങൾ ഞാൻ എന്തെല്ലാം ചെയ്തു, അശുഭകർമ്മങ്ങൾ ഞാൻ എന്തെല്ലാം ചെയ്തു, ഇത് വ്യക്തമായി ഓർമ്മയുണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ എത്ര ജന്മം മനുഷ്യാവസ്ഥയിൽ ഇരുന്നു, എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു, ഇങ്ങനെ ചിന്തിച്ച് ദുഃഖിക്കുന്ന ആ ഒരു ഭാവമാണ് ആ ഗർഭത്തിലകത്തിരുന്ന് പ്രസവിക്കാൻ ഒരുങ്ങുന്ന ആ കുട്ടിയുടെ ഭാവം. കൂടെ ഉണ്ടായിരുന്നവർ എവിടെയാണ് എനിക്കറിയില്ലല്ലോ. പേടിയാണ് കുട്ടിക്ക്. ശോകസാഗരത്തിൽ ഞാൻ മുങ്ങിയിരിക്കുകയാണ്, ഇതിനൊരു ഉപായവുമില്ല. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നാൽ ഞാൻ ഈശ്വരനെ ശരണം പ്രാപിക്കും എന്ന തോന്നൽ അവിടെ ഉണ്ടാകുമെന്നാണ് മഹർഷി പറയുന്നത്. ഞാൻ പരമശിവനെ ശരണം പ്രാപിക്കും, ഞാൻ നാരായണനെ ശരണം പ്രാപിക്കും, ഞാൻ ബ്രഹ്മസാക്ഷാത്കാരത്തിനായി പ്രവർത്തിക്കും എന്നുള്ള ചിന്ത ആ കുട്ടിയുടെ ഉള്ളിലുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. യതി യോന്യാം പ്രമുച്യാമി തം പ്രപദ്യേ മഹേശ്വരം. യോനിയിൽ നിന്ന് ഞാൻ പ്രകർഷയമോചിതനാകുമ്പോൾ പരമേശ്വരനെ ഞാൻ ശരണം പ്രാപിക്കും. ഈ ചിന്ത അവിടെയുണ്ട്. നാരായണം, ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഞാൻ പരിശ്രമിക്കും എന്നവിടെ ഒരു വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. യതി യോന്യാം പ്രമുച്യാമി ധ്യായേ ബ്രഹ്മസനാതനം. ദുഃഖത്തോടുകൂടി കാലം പൂർണ്ണമാകുമ്പോൾ പ്രസൂതി വായുവിൻ്റെ സംഘർഷത്താൽ, പ്രസൂതി വായു എന്ന് പറയുന്നൊരു വായുണ്ട്. പ്രസൂതി എന്ന് പറഞ്ഞാൽ പ്രസവം, പ്രസവിക്കാനുള്ള വായു.
ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് മലം പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു വായു പ്രവർത്തിക്കുന്നത്. അതുപോലെ ഒരു വായുവാണ് ഈ കുട്ടിയെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇതിൻ്റെ പേരാണ് പ്രസൂതി വായു. ആയുർവേദത്തിൽ പറയുന്നത് പ്രസൂതി വായുവിൻ്റെ സംഘർഷാവസ്ഥ കൊണ്ട് ഈ കുട്ടി പുറത്തു വരുന്ന സമയത്ത് വൈഷ്ണവിയായിരിക്കുന്ന ഒരു വായുവിൻ്റെ പ്രവർത്തനം നടക്കും. അതാണ് വൈഷ്ണവി വായു. ഈ വൈഷ്ണവി വായു ഈ കുട്ടിയെ സ്പർശിച്ചു കഴിഞ്ഞാൽ മായയുടെ ആവരണശക്തിയും വിക്ഷേപശക്തിയും വന്ന് കുട്ടിയെ ആക്രമിക്കും. ഇങ്ങനെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് ഭൂമിയിലെ ടെമ്പറേച്ചറുമായി ബന്ധം വരുന്ന സമയത്ത് കുട്ടി കരയും. ഈ സമയത്ത് മായ വന്ന് ബാധിക്കുന്നു. ജനിച്ച സമയത്ത് ശ്രീനാരായണ ഗുരുദേവൻ കരഞ്ഞിട്ടില്ല എന്നത് ആർക്കെങ്കിലും അറിയാമോ? അറിയാവുന്നൊരു ദൈവക്കാമോ? അപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ല. വയൽവാരം വീടെന്ന് പറയുന്നത് ഗുരുദേവന്റെ വീടല്ല. പണ്ട് ആഢ്യ ഈഴവന്മാർക്ക് പ്രസവ സമയത്ത് അവരുടെ ആ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വീടാണ് വയൽവാരം. 3-4 വയറ്റാട്ടികളാണ്, നേഴ്സുമാർക്ക് വയറ്റാട്ടിമാരാണ്. പ്രസവം അടുത്തു, എല്ലാവരും നോക്കിയിരിക്കുകയാണ്. കുട്ടി പുറത്തേക്ക് വന്ന് നോർമൽ ഡെലിവറി ആയിരുന്നു. കുട്ടി കരയുന്നില്ല, വളരെ വിഷമിക്കുകയാണ് ഈ വൈറ്റാട്ടിമാർ. ചാവിള്ളയാണ് പുറത്ത് വന്നത്. ഇതെങ്ങനെയാണ് ഈ വിവരമെന്ന് ഇതിൻ്റെ ഉടമസ്ഥനോട് പറയുക. വളരെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗുരുദേവന്റെ ആ ശിശുവിൻ്റെ ഒരു കൈ അണിയതെന്ന് പറയുക. ഈ സമയത്ത് അവർക്ക് മനസ്സിലായി കുട്ടി മരിച്ചിട്ടില്ല. ഈ ഒരു വാർത്ത പരന്നു. 3 പ്രാവശ്യമാണ് ഒരു കുട്ടി കരയുന്നത്. പൊക്കിൾ പൊടി മുറിക്കുമ്പോൾ കരയും. അമ്മയുടെ ശരീരത്തിൻ്റെ അകത്തിരിക്കുന്ന ടെമ്പറേച്ചറിൽ നിന്ന് വ്യത്യാസമായി പ്രകൃതിയിലെ ടെമ്പറേച്ചറുമായി ബന്ധം വരുന്ന സമയത്ത് ചൂടിൻ്റെ വ്യത്യാസത്തിൽ കുട്ടി കരയും. ആ സമയത്ത് ഗുരുദേവ കരഞ്ഞിട്ടില്ല. പൊക്കിൾ പൊടി മുറിച്ച സമയത്ത് കരഞ്ഞിട്ടില്ല. ചെറിയ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കും, ആ സമയത്ത് കരഞ്ഞിട്ടില്ല. ഈ 3 സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് കരയാത്ത ഒരു കുട്ടി ഈ ലോകത്ത് ജനിച്ചിട്ടില്ല. പക്ഷെ ഗുരുദേവൻ അങ്ങനെയാണ് ജനിച്ചതെന്ന് പറയുന്നത്. ജനിച്ച സമയത്ത് തന്നെ പ്രസിദ്ധി ഉണ്ടാക്കിയ വ്യക്തിയാണ് ഗുരുദേവൻ. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു കുട്ടി ജനിച്ചു എന്ന് വാർത്ത പരന്ന കുട്ടിയെ കാണാൻ വേണ്ടി പലരും വന്നു എന്നാണ് പറയുന്നത്. മായയുടെ ശക്തി കൊണ്ട് ഈ കുട്ടിയുടെ ജനിച്ച കുട്ടിയുടെ കഴിഞ്ഞ ജന്മത്തിൽ നടന്ന സംഭവങ്ങൾ ഒന്നും തന്നെ ഓർമ്മ കിട്ടുന്നില്ല. എല്ലാം പിന്നെ ഇങ്ങനെ ഹരിശ്രീ ഗണപതയമായി മുതൽ തുടങ്ങേണ്ടിയിരിക്കുന്നു. ഒന്നും പിന്നെ ഓർമ്മ ഉണ്ടാകുന്നില്ല. ഈ തത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഗുരുദേവൻ എഴുതി. മഹദാ ദുഃഖേന ജാതമാത്രസ്തു വൈഷ്ണവേന വായുന സംസ്പൃശ്യ തഥാ ന സ്മരതി ജന്മമരണം ച കർമ്മശുഭാശുഭം. ഇതിനു മുമ്പ് ഞാൻ എത്ര ജന്മങ്ങളിൽ ജനിച്ചിട്ടുണ്ട്, എത്ര മരണം ഉണ്ടായിട്ടുണ്ട്, ഏതെല്ലാം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ഉണ്ടായിരുന്നത്, ഞാൻ ശുഭകർമ്മങ്ങൾ ഏതെല്ലാമാണ് ചെയ്തത്, അശുഭകർമ്മങ്ങളെല്ലാം എന്തെല്ലാമാണ് ചെയ്തത് എന്ന ധാരണ വ്യക്തമായിട്ടും ഈ പ്രസവത്തിന് മുമ്പുണ്ട്. ഇതൊന്നും തന്നെ ഗർഭപാത്രത്തിൽ പുറത്തു വന്നതിന് ശേഷം ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. എല്ലാം ആദ്യം മുതലേ തുടങ്ങേണ്ടിയിരിക്കുന്നു. ഉപനിഷത്ത് പറയുന്നു 3 തരം അഗ്നികൾ ആ ശരീരത്തിലുണ്ട്. ഒന്ന് ജഠരാഗ്നി, ഒന്ന് ദർശനാഗ്നി, ഒന്ന് ജ്ഞാനാഗ്നി. ആഹാരം കഴിക്കുന്നത് പാകം ചെയ്യുന്നതാണ് ജഠരാഗ്നി, രൂപങ്ങൾ കാണിക്കുന്നതാണ് ദർശനാഗ്നി. ജ്ഞാനാഗ്നിയാണ് ശുഭാശുഭങ്ങളെ പ്രത്യക്ഷത്തിൽ കാണിച്ചു തരുന്നത്. ആ മനുഷ്യ ശരീരത്തിലാണ് 108 സന്ധികളുള്ളത്, 107 മർമ്മസ്ഥാനങ്ങൾ, 109 സ്നായുക്കൾ, 700 സിരകൾ, 500 മജ്ജകൾ, 360 അസ്ഥികൾ, 4.5 കോടി രോമങ്ങൾ, തല, കക്ഷം, ഗുഹ്യഭാഗം, എല്ലാ സ്ഥലത്തെയും രോമങ്ങളുടെ സംഖ്യ മൊത്തമാണ് പറയുന്നത് 4.5 കോടി. 72,000 നാഡികൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് 10 നാഡിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സുഷുമ്നാ നാഡി. ഇട, പിംഗള, സുഷുമ്ന. ഈ 3 നാഡികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുഷുമ്നാ നാഡി. ആ സുഷുമ്നാ നാഡിയിൽ കൂടിയാണ് അല്ലയോ കുണ്ടലിനി പാമ്പേ നീ ഒന്ന് മുകളിലേക്ക് പോകൂ, ആടുപാമ്പേ പുനം തേടുപാമ്പേ അതുകൊണ്ട് ആനന്ദക്കുത്ത് കൊണ്ടാട് പാമ്പേ തിങ്കളും പൊന്നയും ചൂടും ഈശൻ മുകളിലൊരാള് സാക്ഷാൽ പരമേശ്വരൻ. ആ പാദപങ്കജം ചേർന്ന് നിന്നുകൊണ്ട് നീയോട് ഒന്ന് ആട് പാമ്പേ. അത് ഈ സുഷുമ്നാ നാഡിയാണ് പ്രാധാന്യം. വിപരാഗം മോക്ഷശാസ്ത്രം സമാപ്തം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതൊരു മോക്ഷശാസ്ത്രമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് നിത്യവും വായിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുന്ന പറയും. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയല്ല പറഞ്ഞിരിക്കുന്നത്. ഈ വിദ്യക്കൊന്നും ഈ MRI സ്കാൻ, CT സ്കാൻ, എക്സ്റേക്കൊന്നും ഇത്രയും സൂക്ഷ്മമായിട്ടത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
അടുത്ത നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പിണ്ടത്തിന് നന്ദി പറയുകയാണ്. ഗർഭത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന സമയത്ത് എന്നെ വളർത്തി വലുതാക്കിയ അല്ലയോ ശംഭു, നിനക്കായിക്കൊണ്ട് ഞാൻ നന്ദി പറയുന്നു. ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപോട് വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നു അടിയൻ ഒക്കെയും അങ്ങ് ശംഭോ. എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ മുഴുവൻ ഞാൻ നിനക്ക് തരികയാണ്. എൻ്റെ ബുദ്ധി, എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം, ഞാൻ സമ്പാദിച്ച ധനം, എൻ്റെ വീട് എല്ലാം ഞാൻ അങ്ങ് കൈക്കൊണ്ട് തരികയാണ്. എന്തുകൊണ്ടാണ്? അങ്ങ് ഒരു ദേവചൈതന്യം മാത്രമാണ് എന്നെ രക്ഷിച്ചത്. എൻ്റെ അച്ഛനായിരുന്നില്ല, എൻ്റെ അമ്മയായിരുന്നില്ല, അങ്ങ് തന്നെയായിരുന്നു. നന്ദി പ്രകടമാക്കുന്നതോടൊപ്പം ഇതിൽ മോഹിച്ചു പോകാതെ ഈ ശരീരലാഭത്തിൻ്റെ പരമലക്ഷ്യമായ ആത്മദർശനത്തിന് സഹായിക്കണേ എന്ന് ആ പിണ്ടം പറയുന്നതായിട്ടാണ് പറയുന്നത്. ആ ജീവൻ പറയുകയാണ്, ഞാൻ പിണ്ടത്തിന് നന്ദി പറയുക മാത്രമല്ല, ഇനി എനിക്കൊരു ആത്മസാക്ഷാത്കാരം കിട്ടണം, ഈശ്വര സാക്ഷാത്കാരം, അതിനുശേഷം ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എനിക്ക് പ്രവേശിക്കണം. അതിനു വേണ്ടിയും കൂടിയാണ് ഞാൻ നന്ദി പറയുന്നത്. ഗർഭത്തിൽ വെച്ച് തന്നെ ഈ ദേഹം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. അത് കൊണ്ട് ഈ ദേഹത്തെ സർവാത്മന ഞാൻ ഭഗവാന് അർപ്പിക്കുന്നു എന്നാണ് ആദ്യമേ തന്നെ ഈ ജീവൻ നന്ദി പറയുന്നത്. ഒരു ഗർഭപാത്രത്തിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ അച്ഛനമ്മമാരുടെ കഴിഞ്ഞ ജന്മത്തിന്റെ കർമ്മഫലമായി ആ കുട്ടി മരിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്ന പാപകർമ്മങ്ങളുടെ ഫലമായി ബാലവധം, കഴിഞ്ഞ ജന്മത്തിൽ ആ ദമ്പതിമാര് കുട്ടികളെ കൊന്നിട്ടുണ്ടാവാം. ബാലവധം, അണ്ടഭക്ഷണം, മുട്ടകൾ നശിപ്പിച്ചിട്ടുണ്ടാവാം. ബാലവധം, അണ്ടഭക്ഷണം, ഗുരുജനനിന്ദ, ഗുരുക്കന്മാരെ കളിയാക്കിയിട്ടുണ്ടാവാം കഴിഞ്ഞ ജന്മത്തിൽ. പിതൃക്കൾക്ക് ബലികർമ്മം ചെയ്യാതിരിക്കുക, ഗുരുക്കന്മാരെ പരിഹസിക്കുക, ആൽമരം മുറിച്ചു കളയുക, ഇതൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ സന്താനം ഉണ്ടാവുകയില്ല. അല്ലെങ്കിലോ ഗർഭിണിയായതിനു ശേഷം കുട്ടി മരിച്ചു പോകാം, ഇല്ലെങ്കിലോ അംഗവൈകല്യമുള്ള കുട്ടി ജനിക്കാം, ഇല്ലെങ്കിൽ മന്ദബുദ്ധിയായിരിക്കുന്ന കുട്ടി ജനിക്കാം. ഇത് ജ്യോതിശാസ്ത്രത്തിൽ വ്യക്തമായി പറയുന്നു. ഈ നിയമങ്ങളൊന്നും ഇവിടെ ബാധിക്കുന്നില്ല. പരമശിവൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതാണ് ഗുരുദേവൻ പറയുന്നത്. അടിയന്റെ എന്ന് പറഞ്ഞാൽ ഈ ഭക്തദാസന്റെ പിണ്ടം, ജീവയാത്രയ്ക്ക് നിദാനമായ ദേഹം, ഗർഭത്തിൽ വെച്ച് ഗർഭത്തിൽ ഇരിക്കുന്നത് മുതൽ എന്ന് പറയുമ്പോൾ എപ്പോഴാണോ ബീജസങ്കലനം നടന്നത് അന്ന് മുതൽ ഈ 280 ദിവസം വരെ, അന്ന് മുഴുവനും ദിവസവും അന്ന് എന്നെ വളർത്തി. അതാണ് പറയുന്നത്. എപ്പോഴും എല്ലാ വിധത്തിലും അൻപോട്, വാത്സല്യത്തോടുകൂടി, കാരുണ്യത്തോടുകൂടി ഞാൻ നന്ദി പറയും. നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിച്ച കൃപാലുവല്ലേ, കരുണാമയനല്ലേ അങ്ങ്. ശംഭു, മംഗളസ്വരൂപിയായ അല്ലയോ ഭഗവാനെ, കൽപ്പിച്ചതുപോലെ വരുമെന്ന് നനച്ചു കണ്ടിട്ട്, അതുകൊണ്ട് അവിടെ നിന്ന് തീരുമാനിക്കുന്നത് പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നെനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ ഭക്തദാസൻ എല്ലാം അങ്ങേക്ക് ദാനം ചെയ്യുന്നു, അർപ്പിച്ചിടുന്നു. കൽപ്പിച്ച പോലെയാണ് വരുന്നത്, നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ല. ഈ ഭാര്യയും ഭർത്താവും ഗൈനക്കോളജിസ്റ്റുമാരായിരിക്കും, ചിലപ്പോൾ പീഡിയാട്രീഷ്യനായിരിക്കും, എന്നാലും അവർ വിചാരിച്ച പോലെ നടക്കാറില്ല. മെഡിക്കൽ സയൻസിന് ഇത് രക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. കുട്ടി പുറത്തു വന്നതിന് ശേഷം രക്ഷിക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി വെച്ചിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ. പുറത്തു വരുന്നതിന് മുമ്പ് നടക്കില്ല. 5 കാര്യങ്ങൾ ഗർഭപാത്രത്തിൽ വെച്ച് തീരുമാനിക്കുമെന്ന് ധർമ്മശാസ്ത്രം വിധിക്കുന്നുണ്ട്. പുരുഷനും സ്ത്രീയും കൂടി ബീജസങ്കലനം ചെയ്ത് ഗർഭപാത്രത്തിലേക്ക് പോകുന്ന സമയത്താണ് 5 കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആദ്യം തീരുമാനിക്കുന്നത് ആയുസ്സായിരിക്കും, പിന്നെ തീരുമാനിക്കുന്നത് കർമ്മമായിരിക്കും. എന്ത് ജോലിയാണ്? ഈ കുട്ടി ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് വളർന്ന് വലുതായി ഡോക്ടറാകുമോ, എഞ്ചിനീയർ ആകുമോ, ജ്യോത്സ്യനാകുമോ, പുരോഹിതനാകുമോ, ജഡ്ജാകുമോ, അന്ന് തീരുമാനമെടുത്ത് കഴിഞ്ഞു. ആയു കർമ്മജ വിത്തം ച, എന്തുമാത്രം ധനം ഇയാൾ സമ്പാദിക്കും, ചെലവാക്കും, അനുഭവിക്കും, അത് തീരുമാനിച്ചു കഴിഞ്ഞു. ആയു കർമ്മ വിത്തം വിദ്യ, ഇയാൾ എന്ത് വിദ്യ അഭ്യസിക്കും? LLB ആണോ, എഞ്ചിനീയറിംഗ് ആണോ, SSLC മാത്രം, PDC മാത്രമേ ഉള്ളൂ, 7ാം ക്ലാസ്സും ഗുസ്തിയുമാണ് അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. ആയു കർമ്മ വിത്തം വിദ്യ മരണം. എന്ന് മരിക്കും, എങ്ങനെ മരിക്കും? പ്രളയമാണോ,
സൂയിസൈഡാണോ, ഹാർട്ട് അറ്റാക്കാണോ, വെള്ളത്തിൽ വീണ് മരിക്കുമോ, ഇതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നത്. അതാണ് കൽപ്പിച്ച പോലെ എന്ന പദത്തിന്റെ അർത്ഥം. ഈ 5 കാര്യങ്ങൾ കൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് നീയാണ് കൽപ്പിച്ചിരിക്കുന്നത്, ശംഭുവാണ് കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിരുന്നടിയ ഒക്കെയും അങ്ങ് ശംഭു, എനിക്ക് 5 കൊല്ലം വരെ ആയുസുള്ളൂ എങ്കിൽ നീ വിചാരിച്ചു കഴിഞ്ഞാൽ ആയുസ് കൂട്ടി കിട്ടും. മാർക്കണ്ഡേയന് നീ ആയുസ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ ശംഭുവിനെ തന്നെയാണ് നന്ദി പറയുന്നത്. ഈ ഭക്തദാസന്റെ ജീവിതയാത്രയ്ക്ക് നിദാനമായിരിക്കുന്ന ഈ ശരീരം, ഈ ദേഹം ഗർഭത്തിലിരിക്കുമ്പോൾ മുതൽ എല്ലാവിധത്തിലും കാരുണ്യത്തോടെ നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിച്ച കരുണാമയനല്ലേ അങ്ങ്, മംഗളസ്വരൂപിയായ അല്ലയോ ഭഗവാനെ. അതുകൊണ്ട് അവിടുന്ന് തീരുമാനിക്കുന്നത് പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഈ ഭക്തദാസൻ ദേഹം ഉൾപ്പെടെ സർവവും അങ്ങയുടെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ കൂടി ഗുരുദേവൻ നമുക്ക് തരുന്നത്. ജഡപദാർത്ഥങ്ങളുടെ സമ്മേളനമായ ഈ ദേഹത്തിൽ ഭഗവതംശമായ അമൃതം കടന്നുകൂടിയത് കൊണ്ട് മാത്രമാണ് ഇതിന്റെ മഹാത്മ്യം എന്നാണ് ഇനി 2ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഒരു അമൃതത്തിന്റെ ഒരു ചെറിയൊരു കഷണം അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടത് മരിച്ചു പോയിട്ടില്ല. മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവതയിങ്കൽ നിന്നൻ പിണ്ടത്തിന് അന്ന് അമൃത് നൽകി വളർത്ത ശംഭു. അന്ന് ഗർഭത്തിലിരിക്കുന്ന സമയത്ത് എനിക്ക് അമൃത് നൽകി അങ്ങനെ നോക്കിയില്ലേ. മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും, ഇത് പഞ്ചഭൂതങ്ങളാണ്. ആദ്യമേ പറഞ്ഞു, മഹർഷി പറഞ്ഞത് തന്നെയാണ് ഇവിടെ വരുന്നത്. മണ്ണ്, വെള്ളം, തീയ്, ആകാശം, കാറ്റ് എന്നീ പഞ്ചഭൂതങ്ങളെ എണ്ണിപ്പിടിച്ച് എന്ന് പറയുമ്പോൾ കൃത്യമായിരിക്കുന്ന ഒരു റേഷ്യോ, കൃത്യമായിരിക്കുന്ന ഒരു അളവുണ്ട്. ഇപ്പൊ പഞ്ചഗവി എന്ന് പറയുന്ന ഒരു സാധനം പശുവിന്റെ 5 കാര്യങ്ങളാണ്. അതിൽ ഓരോന്നും ഓരോ അളവിലാണത്. ചാണകം കൂടി പോയി കഴിഞ്ഞാൽ സംഗതി പ്രശ്നമായി. ചാണകം മൂത്രം വളരെ ഒരു തുള്ളിയായിരിക്കും. അതുപോലെ ഈ ഒരു മനുഷ്യ ശരീരത്തിന് വേണ്ടി പഞ്ചഭൂതങ്ങൾ കൃത്യമായിരിക്കുന്ന ഒരു അളവിലാണ് ചേർത്തിരിക്കുന്നത്. ഒരു റേഷ്യോ അതിനുണ്ട്. അതാണ് അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ച് കൃത്യമായി എണ്ണിയിട്ടാണ് ഈ 5 കാര്യങ്ങൾ ചേർത്തിരിക്കുന്നത്. അറയിലിട്ട് എരിയും കൊളുത്തി. എരി എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ദീപത്തിന്റെ അംശമാണ്. ഇത് സംസാര ദുഃഖമായിരിക്കുന്ന ദീപമാണ്. ഗർഭപാത്രത്തിനകത്ത് അറയിലിട്ട് അടച്ച് എരിയും കൊളുത്തി സംസാര ദുഃഖമാകുന്ന തീയാണത്. എരി എന്ന് പറയുന്നത് ഒരു തീയുടെ കഷ്ണമാണ്. ഇത് ആ കുട്ടി പുറത്തു വന്നതിന് ശേഷം അനുഭവിച്ച് തീർക്കാനുള്ള സംസാര ദുഃഖമാണ് ആ തീ എന്ന് പറയുന്നത്. ദണ്ഡപ്പെടുത്തുമൊരു ദേവതയിങ്കൽ, കഠിനമായ ശിക്ഷ നൽകി പീഡിപ്പിക്കുന്ന ദേവതയിങ്കൽ നിന്ന്, കർമ്മദേവതയിൽ നിന്ന് അഥവാ വിധിയിൽ നിന്ന് എൻ പിണ്ടത്തിന് ആശ്വാസം ലഭിക്കുമാറ് എൻ്റെ ശരീരത്തിന് അമൃത നൽകി ആനന്ദസ്വരൂപമായ ആത്മാവ് നൽകി വളർത്ത ശംഭോ, കാത്തു സൂക്ഷിച്ചു വളർത്തിയ മംഗളസ്വരൂപനായ ഭഗവാനെ, അവിടുന്ന് മാത്രമാണ് എനിക്ക് ശരണമായിട്ടുണ്ടായിരുന്നത്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ പഞ്ചീകരണം കരുതി, പ്രകർഷേണ പഞ്ചീകരണം കരോതി ഇതി പ്രപഞ്ച. സമഷ്ടി രൂപത്തിലും വ്യഷ്ടി രൂപത്തിലും പഞ്ചഭൂതങ്ങളുണ്ട്. നമ്മൾ കാണുന്ന വായു അല്ലെങ്കിൽ അനുഭവിക്കുന്ന വായു, വെള്ളം, സ്പേസ്, ആകാശം, അഗ്നി, ചൂട്, ഇത് സമഷ്ടി രൂപത്തിലുള്ള പഞ്ചഭൂതാത്മകത്വമാണ്. വ്യഷ്ടി രൂപത്തിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വായു, ചൂട്, ജലം മുതലായവയുള്ളത്. ഇത് കൃത്യമായിട്ട് ഓരോ അളവ് കൃത്യമായിട്ട് കൂട്ടിച്ചേർത്ത് തന്നിരിക്കുന്നത് ശംഭുവാണ്. മണ്ണ്, വെള്ളം, തീ, ആകാശം, കാറ്റ് എന്നീ പഞ്ചഭൂതങ്ങളെ കൃത്യമായ അളവിൽ കൂട്ടിച്ചേർത്ത് ശരീരമുണ്ടാക്കി ഗർഭപാത്രത്തിനകത്ത് അടച്ച്, ഗർഭപാത്രം എന്ന് പറയുന്ന ഒരു ചെപ്പാണിത്, അതിൻ്റെ അകത്ത് അടച്ച് സംസാര ദുഃഖമാകുന്ന തീയും കത്തിച്ച് കഠിനമായ ശിക്ഷ നൽകി പീഡിപ്പിക്കുന്ന കർമ്മദേവതയിങ്കിൽ നിന്ന് അഥവാ വിധിയിൽ നിന്ന് ആശ്വാസം ലഭിക്കുമാറ് എൻ്റെ ശരീരത്തിന് ആനന്ദസ്വരൂപമായ ആത്മാവ് നൽകി കാത്തു സൂക്ഷിച്ചു വളർത്തിയ അവിടെ നിന്ന് മാത്രമാണ് എനിക്ക് ശരണമായിട്ടുള്ളത്. ശിവന്റെ അഷ്ടോത്തര ശതം എന്ന് പറയുന്ന ഒരു സ്തോത്രമുണ്ട്. ഓം ശിവായ നമ, ശിവി വിഷ്ണായ നമ, ശങ്കരായ നമ, സർവജ്ഞായ നമ, ഇങ്ങനെ 108 നാമങ്ങളാണ്. ഇത് ശിവഭക്തന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്തോത്രമാണ്. ഒരിക്കൽ പാർവതി പരമശിവന്റെ ഭർത്തൃത്വം
ആ പത്നിയാവാൻ വേണ്ടി ആഗ്രഹിച്ചു. അങ്ങനെ വിഷ്ണു ഭഗവാന്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, എനിക്ക് പരമശിവനെ ഭർത്താവായി സ്വീകരിക്കണം, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു കൊടുത്തു, ഞാൻ എൻ്റെ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു മന്ത്രമുണ്ട്, 108 നാമങ്ങളാണ്. ഇത് 3 നേരം പാർവതി ജപിക്കുകയാണെങ്കിൽ ശിവൻ വിളിച്ച് കഴിഞ്ഞാൽ വെളിപ്പുറത്ത് വരും എന്നാ പറഞ്ഞു. ഇങ്ങനെ കാലത്രയം ജപ്തുവ എന്ന് പറയുന്നുണ്ട്. ശിവസംഹിത മുതലായ ഗ്രന്ഥങ്ങളിലാണ് ഇത് പറയുന്നത്. 3 നേരവും പാർവതി ശിവന്റെ 108 നാമങ്ങൾ ജപിച്ചു. അങ്ങനെ അർദ്ധനാരീശ്വര സങ്കല്പം ഉണ്ടായി എന്നാണ് പറയുന്നത്. പകുതി ഭാഗം പരമശിവൻ, ശരീരത്തിന്റെ പകുതി ഭാഗം പരമശിവൻ പാർവതിക്ക് രജിസ്റ്റർ ചെയ്തു കൊടുത്തു എന്നർത്ഥം. അതാണ് അർദ്ധനാരീശ്വര സങ്കല്പം. അതിൽ 31ാമത്തെ നാമമാണ് ഓം ഭീമായ നമ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഓം ഭീമായ നമ. ഈ ഭീമസങ്കല്പമാണ് ഈ പഞ്ചീകരണം ചെയ്യുന്നത് എന്ന് ഭാസ്കരരായർ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഈ 108 നാമങ്ങൾ ഭാസ്കരരായർ എന്ന് പറയുന്ന പണ്ഡിതൻ ലളിതാ സഹസ്രനാമത്തിന്റെ സൗഭാഗ്യ ഭാസ്കരം എന്ന പേരിൽ രചിക്കപ്പെട്ട, ആ സംസ്കൃത ഭാഷയിൽ രചിച്ച വ്യാഖ്യാനം എഴുതിയ വ്യക്തി തന്നെയാണ് ശിവന്റെ 108 നാമങ്ങൾക്ക് വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത്. ഈ വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ പേരാണ് ശിവനാമകൽപ്പ ലതാലവാല. ഇതാണ് വ്യാഖ്യാനത്തിന്റെ പേര്. അതിൽ ഭാസ്കരായർ പറയുന്നു, ഭീമായ നമ എന്ന നാമം വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഗർഭപാത്രത്തിന്റെ അകത്ത് പഞ്ചീകരണം ചെയ്യുന്ന ഒരു ദേവതയാണ് പരമശിവൻ. ഇത് ഗുരുദേവൻ വ്യക്തമായി മനസ്സിലാക്കി. അതാണ് എഴുതിയിരിക്കുന്നത്. 31ാമത്തെ നാമത്തിലാണ് ഓം ഭീമായ നമ എന്നതിലാണ് പഞ്ചീകരണം ചെയ്യുന്നവൻ എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. 3ാമത്തെ ശ്ലോകമാണ്, തന്റെ പിണ്ഡത്തിൽ അമൃതം നിറച്ച ഭഗവാന്റെ കാരുണ്യം ഒന്നു മാത്രമാണ് പ്രപഞ്ചത്തെ ആകെ രക്ഷിച്ചു പോരുന്നത്. എനിക്കന്ന് അമൃതം നൽകി എന്നെ വളർത്തിയ ശംഭു ഒന്ന് തന്നെയാണ്. എന്നെ വ്യഷ്ടിരൂപത്തിൽ, വ്യക്തിപരമായ രൂപത്തിൽ എന്നെ വളർത്തിയ ശംഭു തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവനും സംരക്ഷിച്ചു പോരുന്നത് എന്നാണ് ഈ 3ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത്. കല്ലിനകത്ത് കുടിവാഴുമൊരൽപ്പജന്തു ഒന്നല്ല നിന്റെ കൃപയെന്ന് അറിയിച്ചിരുന്നു. അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രനും മറ്റെല്ലാവരും ഇങ്ങിതിരുന്നു വളർന്നിരുന്നു. കല്ലിനകത്ത് കുടിവാഴുമൊരൽപ്പജന്തു. കരിങ്കല്ല് പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പുഴുക്കട കാണാൻ കഴിയും. ഇതെങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ അറിയിരിക്കുന്നത്? ഇതാണ് അത്ഭുതം. ചില കല്ലുകൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന് ചുറ്റും കല്ലാണ്, അതിനുള്ളിൽ ചെറിയൊരു സ്പേസിൻ്റെ അടുത്തൊരു പുഴു. അതാണ് കല്ലിനകത്ത് വാഴുന്ന പുഴു. വാഴുമൊരൽപ്പജന്തു ഒന്നല്ല, കല്ലിനകത്ത് ആരും കാണാത്ത ഇരുണ്ട സ്ഥാനങ്ങളിൽ എന്നർത്ഥം. കൂടി വാഴും എന്ന് പറഞ്ഞാൽ ജീവിച്ചു പോരുന്ന ഒരു അല്പജന്തു ഒന്നല്ല, എണ്ണമറ്റ ചെറിയ ജീവികളുണ്ട്. അതാണ് നിന്റെ കൃപ അറിയിച്ചിടുന്നത്. ഭഗവാന്റെ കാരുണ്യാതിരേകം വിളിച്ചറിയിക്കുന്നു. അല്ലിക്കുടത്തിൽ അമരുന്ന എന്ന് പറഞ്ഞാൽ അല്ലിക്കുടം അമൃത കുംഭം. അമൃത കുംഭത്തെ ആശ്രയിച്ചു കഴിയുന്ന അമരേന്ദ്രൻ, ദേവേന്ദ്രൻ, മറ്റെല്ലാ ദേവന്മാരും അതുപോലെയുള്ള ദിക്പാലകന്മാരുൾപ്പെടെ എല്ലാവരും ഈ ലോകത്ത് ഇതിലിരുന്ന് വളർന്നിരുന്നു. ഭഗവത് കാരുണ്യത്തെ ആശ്രയിച്ചുകൊണ്ട് വളർന്നിരുന്നു എന്നർത്ഥം. ആരും കാണാത്ത ഇരുണ്ട സ്ഥാനങ്ങളിൽ ജീവിച്ചു പോരുന്ന എണ്ണമറ്റ ചെറിയ ചെറിയ പുഴു മുതലായ ജീവികൾ. അനങ്ങാൻ മാത്രമേ അവർക്ക് പറ്റുള്ളൂ, കൈകാലുകളില്ല. ഇങ്ങനെയുള്ള ജീവികൾ ഭഗവാന്റെ കാരുണ്യാതിരേകം വിളിച്ചറിയിക്കുന്നു. അമൃതകുംഭത്തെ ആശ്രയിച്ചു കഴിയുന്ന സ്വർഗാധിപതിയായ ദേവേന്ദ്രനും ദിക്പാലകരും ഉൾപ്പെടെ എല്ലാ ദേവതമാരും ഈ ഭഗവത് കാരുണ്യത്തെ ആശ്രയിച്ചു കഴിഞ്ഞുകൂടുന്നു. 4ാമത്തെ ശ്ലോകമാണ്, ഗർഭസ്ഥനായ ശിശു വളരുന്നത് ഈശ്വര കാരുണ്യം കൊണ്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ നിരന്തരമായ ഭഗവത് സ്മരണ ഉറച്ചു കിട്ടുമെന്നാണ് പറയുന്നത്. ഈ ഭഗവാന്റെ ഒരു സ്മരണ നമ്മുടെ ശരീരത്തിലേക്ക്, മനസ്സിലും ബുദ്ധിയിലേക്കും ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ബന്ധുക്കളില്ല, ബലവും ധനവും നിനക്കിൽ, എന്തൊന്നുകൊണ്ടത് വളർന്നത് അഹോ വിചിത്രം. ഇതൊരു മഹാത്ഭുതമാണ്, വിചിത്രമാണ് സംഭവം. എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ല, അതിന് നീ അരുളീടു ശംഭോ. ബന്ധുക്കളില്ല, ഗർഭത്തിലിരിക്കുന്ന പിണ്ടത്തിനെ പോറ്റി വളർത്താൻ അവിടെ ബന്ധുക്കൾ ആരും തന്നെയില്ല. അച്ഛൻ്റെ ബന്ധത്തിൽപ്പെട്ട ആരുമില്ല, അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ആരുമില്ല, അയൽവക്കത്ത് ആരുമില്ല. ബന്ധുക്കളില്ല, രക്തബന്ധുക്കളില്ല, സ്നേഹബന്ധുക്കളില്ല, ബലവും ധനവുമില്ല.
ധനമില്ല, ധനമുണ്ട്, അകത്തിരിക്കുന്ന കുട്ടിയെ രക്ഷിക്കാൻ പറ്റില്ല. ആ ഇരുട്ടറയിൽ കിടന്ന് ഞെരുങ്ങുന്ന പിണ്ടത്തിന് ശക്തിയോ സമ്പത്തോ ഇല്ല. നിനക്കിൽ എന്ന് പറഞ്ഞാൽ ആലോചിച്ചു കഴിഞ്ഞാൽ എന്തെന്നുകൊണ്ടാണ് ഇത് വളർന്നത്, ആരുടെ സഹായത്തോടു കൂടിയാണ് ഇത് വളർന്നത്, ഇത് ആലോചിക്കുമ്പോൾ വലിയൊരു അത്ഭുതമാണ് തോന്നുന്നത്, ആശ്ചര്യമാണത്. എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ, ഇതെല്ലാം എൻ്റെ തമ്പുരാന്റെ കളിയാണ്, പരമശിവന്റെ കളി തന്നെയാണ്. ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിവില്ലായ്മ എന്നതില്ല, അന്ധത്വം എന്നതില്ല. അഹങ്കരിച്ച് ഇരുട്ടിൽ പതിക്കാതെ രക്ഷപ്പെടാം. മംഗളസ്വരൂപിയായ അല്ലയോ ഭഗവാനെ, അരുളിയിടുക, അതിനായിക്കൊണ്ട് നീ എന്നെ അനുഗ്രഹിക്കണം. ആ പിണ്ടമാണ് പറയുന്നത്. ഗർഭത്തിലിരിക്കുന്ന പിണ്ടത്തിനെ പോറ്റി വളർത്താൻ അവിടെ ബന്ധുക്കളാരുമില്ല, രക്തബന്ധുക്കളും സ്നേഹബന്ധുക്കളുമില്ല, അയൽപക്കക്കാർ ആരുമില്ല. ആ ഇരുട്ടറയിൽ കിടന്ന് ഞെരുങ്ങുന്ന പിണ്ടത്തിന് ശക്തിയോ സമ്പത്തോ ഇല്ല. ആലോചിച്ചാൽ ഇതാരുടെ സഹായം കൊണ്ടാണ് വളർന്നത്? ഇതൊരു അത്ഭുതമാണത്. ഇതെല്ലാം ജഗദീശ്വരന്റെ കളിയാണെന്ന് അറിയാൻ കഴിഞ്ഞാൽ അഹങ്കരിച്ച് ഇരുട്ടിൽ പതിക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. മംഗളസ്വരൂപിയായ ഭഗവാനെ അതിനു വേണ്ടി അങ്ങ് അനുഗ്രഹിക്കണം. ഗർഭപാത്രത്തിലെ 5-ാമത്തെ ശ്ലോകമാണ്. ഗർഭപാത്രത്തിലെ സ്ഥിതി എന്താണ്? കുറെ കാലത്തേക്ക് നിർജീവ പിണ്ഡമായിരുന്നു. വ്യക്തമായി നമ്മൾ പറഞ്ഞു എപ്പോഴാണ് ചൈതന്യം ഉണ്ടാകുന്നത്. ആ 7-ാം മാസം വരെ ചൈതന്യമില്ല. തുടർന്നാണ് ജീവന്റെ ആവിർഭാവം. ഈ സ്ഥിതിയൊക്കെ നിയന്ത്രിക്കുന്നത് സർവശക്തനായ ഈശ്വരനല്ലാതെ മറ്റാരായിരുന്നു? ഡോക്ടർമാരായിരുന്നില്ല, അച്ഛനും അമ്മയും ആയിരുന്നില്ല. ഈശ്വരനല്ലാതെ മറ്റാരായിരുന്നു? അതൊന്ന് ഓർത്തുപോയാൽ ആ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഭക്തൻ അറിയിക്കുകയാണ് ചെയ്യുന്നത്. 5-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 4-5 മാസം ഒരു മോൾ നയനങ്ങൾ വെച്ച് കാലന്റെ കയ്യിൽ അണയാതെ വളർത്തി നീയെ, കാലം കഴിഞ്ഞു കരുവിങ്കൽ ഇരുന്നു ഞാൻ കാലം നിനച്ചു കരയുന്നിതു കേൾക്ക ശംഭോ. 4-5 മാസങ്ങൾ, 4+5 9 മാസം. ഈ 9 മാസം നയനങ്ങൾ വെച്ച് ഈ പരമശിവന്റെ കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഗർഭപാത്രത്തിലേക്ക്. ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ശംഭു നയനങ്ങൾ വെച്ച് നോക്കുകയായിരുന്നു. കാലന്റെ കയ്യിൽ അണയാതെ, കാലൻ വന്ന് നിൽക്കുമ്പോൾ ഇത് ഞാൻ നോക്കുന്ന സന്താനമാണ്, കാലൻ പോകുക എന്നാണ് അവിടുത്തെ ഭാവം. കാലന്റെ കയ്യിൽ അണയാതെ കത്തു സൂക്ഷിച്ചു നീ ശംഭു. വളർത്തി നീയെ, കാലം കഴിഞ്ഞു കരുവിങ്കൽ ഇരുന്നു ഞാൻ കാലം നിനച്ചു കരയുന്നിതു കേൾക്ക ശംഭോ. ഗർഭസ്ഥപിണ്ഡത്തിന് ജീവചൈതന്യം ഉണ്ടാകുന്നത് വരെ സദാ നോക്കി സൂക്ഷിച്ച് ഭഗവാൻ തന്നെ അത് നശിച്ചു പോകാതെ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. വളർന്നു ഭാഗമായതോടെ ബോധസത്യത്തിൽ അതിന് ഇരിപ്പും നൽകി മംഗളസ്വരൂപിയായ ഭഗവാൻ ആ കാലമത്രയും എന്നെ കാത്ത കാരുണ്യത്തെ ഓർത്ത് കൃതജ്ഞത കൊണ്ട് എൻ്റെ കണ്ണുകൾ നനഞ്ഞു പോകുന്നു. എനിക്കിപ്പോൾ കണ്ണീര് വരുന്നു. അല്ലയോ ഭഗവാനെ, ഈ നന്ദി ഞാൻ എങ്ങനെയാണ് പ്രകാശിപ്പിക്കേണ്ടത് എന്നെനിക്ക് എൻ്റെ മനസ്സിനൊരു സ്വസ്ഥത കിട്ടുന്നില്ല. ഞാനിപ്പോൾ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് പറയുന്നത്. 6-ാമത്തെ ശ്ലോകമാണ്. ബോധാനുഭവം ഉണ്ടായ ശേഷവും പ്രസവിച്ചു പുറത്തു വരുന്നത് വരെ വീണ്ടും കാത്തു നിൽക്കാൻ ഭഗവാന്റെ കാരുണ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇനി ഗുരുദേവൻ വെളിപ്പെടുത്തുന്നത്. രേതസ്സു തന്നെ ഇത് രക്തമുടും കലർന്ന് നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേൻ. മാതാവുമില്ല അവിടെ അന്ന് പിതാവുമില്ലൻ, താതൻ വളർത്തിയവനാണ് ഇവൻ ഇന്നു ശംഭോ. രേതസ്സു തന്നെ ഇത് രക്തമുടും കലർന്നു. ഗർഭപുരുഷത്തിൽ ആദ്യമേ നമ്മൾ പറഞ്ഞു രക്തവും രേതസ്സും കൂടിച്ചേരുന്നു. നാദം തിരണ്ട് ഉരുവതായി നടുവിൽ കിടന്നേ. ആ ശിശുവിന്റെ രൂപം കൊണ്ട് നടുവിൽ ബോധാനുഭവത്തിനും പ്രസവത്തിനും മധ്യത്തിൽ കിടന്നേ എന്ന് ഗർഭപാത്രത്തിൽ തങ്ങുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ അവിടെ രക്ഷയ്ക്കായി മാതാവുമില്ല, പിതാവുമില്ല, അമ്മയുമില്ല, അച്ഛനുമില്ല. ഗർഭപാത്രത്തിന്റെ ഉടമസ്ഥ അമ്മയാണ്, ഉടമസ്ഥാവകാശം അമ്മയ്ക്കാണ്. ഈ അമ്മയ്ക്ക് ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. അമ്മയുടെ ഭർത്താവാകുന്ന അച്ഛനും രക്ഷിച്ചില്ല, മാതാവുമില്ല, പിതാവുമില്ല. നീ തന്നെയാണ് എന്നെ രക്ഷിച്ചത്. ശംഭോ, മംഗളസ്വരൂപിയായ ഭഗവാനെ, ഇന്ന് എൻ താതൻ വളർത്തിയവനാണിവൻ. എൻ്റെ അച്ഛനായിരിക്കുന്ന പരമശിവൻ വളർത്തിയവനാണ് ഞാൻ. അതാണ് ആ ബോധം. ഈ നിലയിൽ പിതാവായ അവിടുന്ന് തന്നെ ആണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നത്. ഇവിടെ നാദം തിരണ്ടു, നാദം എന്ന് പറഞ്ഞ ശബ്ദം. ഈ സമയത്ത് എനിക്ക് നാദം തന്നിട്ടുണ്ടായി എന്ന് പറഞ്ഞാൽ കരയുവാനുള്ള ശബ്ദം.
കരയണമെങ്കിൽ ശബ്ദം വേണം. ഈ കുട്ടി പുറത്തു വന്നതിന് ശേഷം ശബ്ദത്തെ കൊണ്ടാണ് പഠിക്കുന്നത്. ഉരുക്കഴിച്ച് പഠിക്കണം, ശബ്ദമില്ലാതെ പറ്റില്ല. ഇതൊക്കെ എനിക്കത് തന്നു. മാത്രമല്ല കരയണം എന്നുള്ളത്, കരഞ്ഞു കഴിഞ്ഞാലേ കുട്ടികൾക്ക് ബലമുള്ളൂ. ബാലാനാം രോദനം ബലം. ബാലന്മാർക്ക് കരച്ചിലാണ് ബലം. കരഞ്ഞവർ കാര്യം സാധിക്കും. മൊബൈൽ ഫോൺ തരാതെ പറ്റില്ല. കരഞ്ഞ് മേടിച്ചിരിക്കും. ഉറപ്പല്ലേ? സംശയമുണ്ടോ? ഇല്ലെന്ന് പറയാൻ ആർക്കും കൈവക്കാൻ പറ്റുമോ? ആ ചെറിയ കുട്ടിക്ക് മൊബൈൽ ഫോൺ വേണം. കരഞ്ഞ് കരുതണം. ഈ കരയുവാനുള്ള കാരണം എന്താണ്? ഒരു ശബ്ദം ഉള്ളതാണ്. ഈ ശബ്ദം ആരാണ് തന്നത്? അന്ന് നാദം തിരണ്ടു. ആ പരമശിവൻ എനിക്ക് നാദം തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്, ഈ മൊബൈൽ ഫോൺ മേടിക്കുന്നത്. അപ്പൊ നാദത്തിൻ്റെ ഉടമസ്ഥ, അതിൻ്റെ അവകാശം പരമശിവന് തന്നെയാണ്. 7ാമത്തെ ശ്ലോകം. ഗർഭപാത്രത്തിലെ വേദന മറപ്പിച്ച് പഞ്ചേന്ദ്രിയങ്ങൾ ഭഗവാൻ തന്നെ നൽകി അനുഗ്രഹിച്ചത് കൊണ്ടാണ് പ്രപഞ്ചത്തെ തന്നെ ഇന്നറിയാൻ കഴിയുന്നത്. അന്നുള്ള വേദന, അതിനുള്ളിൽ കിടന്ന് എനിക്ക് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. വേദന മറന്നത് നന്നുണർന്നാൽ ഇന്നിങ്ങു തന്നെ എരിയിൽ വീണു മരിക്കും. അയ്യോ, പൊന്നപ്പനന്ന് കുറിവാതിലൊരു 5 മിനിറ്റ് തന്നിട്ടു തന്നെ ഇതും ഇന്ന് അറിയുന്നു ശംഭോ. അന്നുള്ള വേദന, ഗർഭപാത്രത്തിൽ കിടന്ന് അനുഭവിച്ച ദുഃഖം മറന്നത് നല്ലതാണ്. ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. ആർക്കെങ്കിലും ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ അന്നത്തെ ആ അവസ്ഥ? ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും പറയാമോ? ആർക്കും ഇത് ഓർമ്മയിട്ടില്ല അന്നെന്താ സംഭവിച്ചത്. പക്ഷെ അതിൻ്റെ അകത്ത് കിടക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് ഗർഭപാത്രത്തിന് പുറത്ത് വന്നതോടുകൂടി ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ എന്താണെന്ന് അറിയാൻ പാടില്ല. കഴിഞ്ഞ ജന്മങ്ങളിൽ എന്തൊക്കെ ചെയ്തു എന്ന് അറിയാൻ പാടില്ല. ശുഭാശുഭ കർമ്മങ്ങൾ, പുണ്യപാപ കർമ്മങ്ങൾ ഞാൻ എന്തെല്ലാമാണ് ചെയ്തിരുന്നത്, ഇതെല്ലാം വ്യക്തമായിട്ട് എനിക്ക് അറിയാമായിരുന്നു ഗർഭപാത്രത്തിൻ്റെ അകത്ത്. ഇതൊന്നും ഗർഭപാത്രത്തിന് പുറത്ത് വന്നതിന് ശേഷം ഒന്നും എനിക്കറിയാൻ പറ്റുന്നില്ല. ഈ വേദനയൊക്കെ മറന്നു പോയത് നന്നായി എന്നാണ് പറയുന്നത്. അതാണ് അന്നുള്ള വേദന മറന്നതും നന്ന്. അത് നന്നായില്ലേ? ഈ വേദന ഉണ്ടായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ വേദന നമ്മൾ അനുഭവിക്കുമായിരുന്നു. ഇതിങ്ങനെ മറപ്പിച്ചു തന്നതും ശംഭു തന്നെയാണ്. മംഗളസ്വരൂപിയായ ഭഗവാൻ പൊന്നപ്പൻ സ്നേഹനിധിയായ അവിടുന്ന് വാത്സല്യഭാജനമായ ഈ കുഞ്ഞിനെ പൊറിവാതിലൊരു 5 മിനിറ്റ് തന്നു. വെളിച്ചം കയറുവാനുള്ള പഞ്ചേന്ദ്രിയങ്ങളാണ് ഈ പൊറിവാതിലുകൾ. 5 ഇന്ദ്രിയങ്ങളാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, തൊലി, ചെവി മുതലായ ജ്ഞാനേന്ദ്രിയങ്ങളാണ് 5 പൊറിവാതിലുകൾ. ഇത് ഇന്നറിയുന്നു. ഇവൻ ഭഗവാന്റെ കരവിരുതായ ഈ പ്രപഞ്ചത്തെയും ഇന്നറിയാൻ ഇടവന്നിരിക്കുന്നു. ഈ അറിവ് കൊണ്ടാണ്, അന്ന് ആ ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവ് ഈ ഉള്ളവന് കിട്ടിയിരിക്കുന്നത്. 8ാമത്തെ ശ്ലോകമാണ്. എൻ തള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുള്ളതറിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ടു നൊന്തിങ്ങു പെറ്റു നരി പോലെ കിടന്നു പോകുന്നതെന്താവതങ്ങടിയനെന്നരുളിയിട്ടു ശംഭു. എൻ തള്ള എന്നെ അകമേ ചുമടായി കിടത്തി. ഗുരുദേവന്റെ ജീവചരിത്രം നോക്കുകയാണെങ്കിൽ എൻ്റെ എന്നോ ഞാൻ എന്നോ ഗുരുദേവൻ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. നാം എന്നാ പറയാം, ഞങ്ങൾ എന്നാ പറയാം. ഈ ഒരു ശ്ലോകത്തിൽ ഗുരുദേവൻ എൻ തള്ള, എൻ്റെ തള്ള എന്ന് പറഞ്ഞിരിക്കുന്നു. അത് വ്യക്തിപരമായിട്ടുള്ള ഒരു പറച്ചിലല്ല, എല്ലാ അമ്മമാരെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുകയാണ്. തള്ള എന്നത് സംസ്കൃതമോ മലയാള പദമല്ല, ശരിക്കും തമിഴാണ്. അപ്പം അത് അമ്മ എന്നുള്ള അർത്ഥത്തിലാണ്. എൻ തള്ള എന്ന് വേറെ എവിടെയും ഗുരുദേവൻ ഉപയോഗിച്ചത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ അമ്മമാരെ മൊത്തം ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എൻ തള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ടു നൊന്തിങ്ങു പെറ്റു നരി പോലെ കിടന്നു പോകുന്നു. ഇത് കിടന്നു പോകുന്നത് കുട്ടിയാണോ അമ്മയാണോ? ഇതിനും പിണ്ടനന്ദി നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ആ പിണ്ടനന്ദി പഠിപ്പിച്ച അദ്ദേഹം എന്താണ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ കിടന്നു പോകുന്നത് അമ്മയാണോ കുട്ടിയാണോ? കൈവക്കാൻ പറ്റുമോ? അമ്മയാണെന്നോ ആ അറിവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതെങ്കിൽ കൈവക്കുക. കിടന്നു പോകുന്നത് കുട്ടിയാണോ അമ്മയാണോ? അമ്മയാണോ? കരച്ചിൽ കേൾക്കുന്ന കുട്ടിയുടെ ആണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഗുരുദേവൻ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? എന്തെങ്കിലും പറയാൻ പറ്റുമോ? പ്രസവം കഴിയുന്നതോടുകൂടി
അമ്മയുടെ ദുഃഖം കഴിഞ്ഞു. പിന്നെ കുട്ടിയെ കാണണം ഇതാണ് അവിടെ ചിന്ത. പിന്നെ ഈ അമ്മക്ക് അടുത്ത് പോവില്ല. അപ്പൊ കുട്ടിയല്ലേ പോകുന്നു. ആകെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ആലോചിച്ച് പോയി കഴിഞ്ഞ ബുദ്ധിമുട്ടാണ്. കൂടുതൽ ചിന്തിക്കാതെ ഏതെങ്കിലും തീരുമാനിച്ചു കൊടുക്കുക. കുട്ടിയാണ് കിടന്നു പോകുന്നത് അല്ലെങ്കിൽ അമ്മയാണ് കിടന്നു പോകുന്നത് തീരുമാനിച്ചു മുന്നോട്ട് പോകാം. സംശയങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഗുരുദേവന്റെ ഉള്ളിലിരിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്താണ് ഗുരുദേവനാണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്താണ് എന്നെ അകമേ ചുവടായി കിടത്തി. എന്തല്ല എൻ്റെ അമ്മ. എൻ്റെ അമ്മയല്ല, എല്ലാ അമ്മമാരും ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ അകമേ ചുവടായി കിടത്തി. എന്നെ 10 മാസം ഗർഭപാത്രത്തിൽ ചുമന്ന് വെന്തുള്ളഴിഞ്ഞ് എരിപൊരി കൊണ്ട് മനസ്സുരുകി വെറുതെ നെടുവീർപ്പമിട്ട് പ്രയോജനശൂന്യമായ നിരവധി പ്രതീക്ഷകളോടെ ദീർഘമായി നിശ്വസിച്ച് നൊന്തിന്നു പെറ്റു. ഈ ലേബർ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ. പുരുഷന്മാർക്ക് ഇതിനെപ്പറ്റി ഒരു അറിവില്ല. അവർ ലേബർ റൂമിൽ പോകാറില്ല. ചില സ്ത്രീകളാണ് വേദന സഹിക്കാതെ കിട്ടുന്നവരുടെ ബഹളം വെക്കുന്നത്. നോർമൽ ഡെലിവറിക്കാരാണ് ഈ പറയുന്നത്. സിസേറിയൻകാർക്ക് ഒരു പ്രശ്നമില്ല, ഒന്നും അറിയില്ല. മുസ്ലിം സമുദായക്കാർ അള്ളാഹുവിനെ വിളിച്ചു കരയും, ക്രിസ്ത്യൻ സമുദായക്കാർ ക്രൈസ്റ്റിനെ വിളിച്ചു കരയും, ഹിന്ദുക്കൾ ഗുരുവായൂരപ്പ കൃഷ്ണ ഇത് വിളിച്ച് കരയോടെ ഇങ്ങനെ നൊന്ത് പ്രസവിക്കണം. പ്രസവ വേദന എന്ന് പറയുന്നത് സാധാരണ വേദന അല്ല. പുരുഷന്മാർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് പ്രസവിക്കാത്ത പെണ്ണുങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ പ്രസവം എന്ന് പറയുന്നത് നോർമൽ ഡെലിവറിയെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. സിസേറിയൻകാരെ പറഞ്ഞല്ലത്. വളരെ വിഷമത്തോടെയും സംഭവം നടക്കുന്നത്. നൊന്തിക വെച്ചു കഠിനമായ വേദനയോടെ എന്നെ പ്രസവിച്ച് നരി പോലെ കിടന്നു കൂകുന്നു. കുറുക്കനോളയിടുന്നത് പോലെയാണ് അവിടെ കൂകുന്നത്. പെൺകടുവ അതാണ് പറയുന്നത്. എന്നെ ചൊല്ലി രാപ്പകൽ പുലമ്പിക്കഴിയുന്നു. ശംഭോ മംഗളസ്വരൂപിയായ ഭഗവാൻ അടിയനെ എന്താവത് ഈ ഭക്തദാസനെ എന്ത് ചെയ്യാൻ കഴിയും? അരുളേടു അങ്ങ് തന്നെ അനുഗ്രഹിക്കുക. എൻ്റെ അമ്മ 10 മാസം ഗർഭപാത്രത്തിൽ ചുമന്ന് എരിപൊരി കൊണ്ട് മനസ്സുരുകി പ്രയോജനശൂന്യങ്ങളായ നിരവധി പ്രതീക്ഷകളോടെ ദീർഘമായി നിശ്വസിച്ച് കഠിനമായ വേദനയോടെ എന്നെ പ്രസവിച്ച് പെൺകടുവയെപ്പോലെ എന്നെ ചൊല്ലി രാപ്പകൽ പുലമ്പി കരഞ്ഞു. മംഗളസ്വരൂപിയായ ഭഗവാൻ ഈ ഭക്തദാസനെ എന്ത് ചെയ്യാൻ കഴിയും? അങ്ങ് തന്നെ അനുഗ്രഹിക്കുക. ഗുരുദേവന്റെ മനസ്സിൽ ഒരു ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു ശ്ലോകമാണിതെന്നാണ് പറയുന്നത്. ഗുരുദേവന്റെ മനസ്സിലിപ്പും കൂടിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച സംഭവം കൂടി ഗുരുദേവൻ ഓർക്കുന്നു. 2 ഗുരുക്കന്മാർക്കും അമ്മയെ പറ്റി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജഗദ്ഗുരുവായി നമ്മൾ പറയുന്ന ശങ്കരാചാര്യ സ്വാമികൾ ബോഡി ദഹിക്കാൻ വന്ന സമയത്ത് സമ്മതിച്ചില്ല. നിങ്ങൾ സന്യാസിയാണ്, നിങ്ങൾ അമ്മയെ ഉപേക്ഷിച്ചു പോയ മനുഷ്യനാണ്, നിങ്ങൾ അവിടെ നിന്ന് പോണം, ഈ ബോഡി ദഹിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ്. ഈ സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് കനം കൂടുന്നു, ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റുന്നില്ല. ആചാര്യസ്വാമികൾ അത് മുറിച്ച് കഷ്ണങ്ങളാക്കി കുളിപ്പിച്ചതാണ് പറയുന്നത് ജീവചരിത്രത്തിൽ. അങ്ങനെ ചിതയൊരുക്കി ചിതയിൽ വെച്ചതിന് ശേഷം തീ ചോദിച്ച സമയത്ത് തീ കൊടുത്തില്ല. ഈ സമയത്താണ് അരണി കടഞ്ഞ് തീയുണ്ടാക്കി ദഹിപ്പിക്കുന്നത്. ഈ ദഹിപ്പിക്കുന്ന സമയത്ത് 3 പ്രദക്ഷിണം വെച്ചു ദഹിക്കുന്ന ഡെഡ് ബോഡിയെ ആചാര്യസ്വാമികൾ. അതിനുശേഷം നിന്നിട്ട് പറയുകയാണ്, ആസ്താം താപതീയം പ്രസൂതി സമയേ ദുർവാര ശൂലവ്യഥ നൈരുച്യം തരു ശോഷണം വലമയീ ശയ്യാച്ച സംവത്സരി ഏകസ്യാപിന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്കൃതിം ഉന്നതോപിതലയസ്തസ്യ തസ്യൈ ജനന്യൈ നമഃ. അല്ലയോ അമ്മേ, 9 മാസം ഞാൻ ആ ഗർഭപാത്രത്തിൽ കിടന്ന സമയത്ത് അമ്മ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണ് അറിയുന്നത്? ഞാൻ സാക്ഷാൽ പരമശിവന്റെ അംശാവതാരമാണ്. അതുകൊണ്ട് അമ്മ അനുഭവിച്ചത് എനിക്കറിയാം. ഇത് തന്നെയാണ് സാക്ഷാൽ ഗുരുദേവനും ഒരു അംശാവതാരം തന്നെയാണ്. എന്തള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞു. ഈ 2 ഗുരുക്കന്മാരും കരഞ്ഞ ശ്ലോകങ്ങളാണ്. 9 മാസം ഗർഭപാത്രത്തിനകത്ത് എന്തുമാത്രം വിഷമം അമ്മ അനുഭവിച്ചു. ഛർദ്ദിക്കുന്ന സമയത്ത് അമ്മ വിഷമിക്കുന്നു. ഇനി പുറത്ത് വന്നതിന് ശേഷം ഒരു 2-3 കൊല്ലക്കാലം ഞാൻ മലമൂത്ര വിസർജനങ്ങൾ അമ്മയുടെ മടിയിൽ ചെയ്തിട്ടില്ലേ?
ഇതിന് പ്രത്യുപകാരം ചെയ്യുവാൻ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ഈ മകൻ എത്ര ഉന്നതനാണെങ്കിലും എനിക്കതിന് സാധിക്കില്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞ് കരയുകയാണ് ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികൾ. ഇതിന്റെ മലയാള ശ്ലോകമാണ് കുഞ്ഞിക്കുട്ട തമ്പുരാൻ. നിൽക്കട്ടെ പേറ്റുനോവിൻ കഥ, രുചി കുറയും കാലം ഏറ്റം ചടപ്പും, പൊയ്ക്കോട്ടെ കുട്ടിടേണ്ട മലം അതിലൊരു കൊല്ലം കിടക്കും കിടപ്പും. മലം, ആ ഗർഭപാത്രത്തിൻ്റെ അടുത്ത് ചോരയൊക്കെ ഉണ്ട്, മലമാണ്, അതിനുള്ളിൽ കിടക്കുകയായിരുന്നു ഈ ബ്രഹ്മജ്ഞാനിയുടെ മകൻ. പൊയ്ക്കോട്ടെ കുട്ടിടേണ്ട മലം അതിലൊരു കൊല്ലം കിടക്കും കിടപ്പും, നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും. ഈ ഗർഭത്തിൽ വെച്ച് പ്രസവിച്ച വലിയൊരു ചുമട് അമ്മ എടുത്തില്ലേ, ഇതിനൊരു കൂലി തരാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ അമ്മേ. മാതൃപഞ്ചകം 5 ശ്ലോകമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതൊരു ശ്ലോകമാണ്. തീർക്കാവൽ എത്ര യോഗ്യൻ മകനും അത് നിലയ്ക്കുള്ള ഒരു അമ്മയെ തൊഴുന്നേൻ. ആ ഡെഡ് ബോഡിയുടെ മുമ്പിൽ വെച്ച് തൊഴുതൊക്കെ എന്താണ് കാര്യം? അമ്മ ഉപേക്ഷിച്ച് പോയില്ലേ? ആ ഗുരുവിനും ഇത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ കാര്യം പറയാനുണ്ടോ? ന്യൂ ജനറേഷൻ എന്താണ് നമ്മോട് പറയുന്നത്? അമ്മ എൻ്റെ മുമ്പിൽ നിന്ന് മാറൂ, ഞാൻ ഇത്തിരി ഉണ്ടെന്ന് പറഞ്ഞിട്ടെ, ശരിയല്ലേ? അമ്മയുടെ ശാപത്തിന് പരിഹാരമില്ല. അമ്മ ശപിച്ചാൽ അത് ശാപമേക്കും, അച്ഛൻ ശപിച്ചാൽ പരിഹാരമുണ്ട് എന്ന് വാസുകിയെ കൊണ്ട് വ്യാസമഹർഷി പറയിപ്പിക്കുന്നുണ്ട്. നഹി മാത്രാഭിശപ്താനാം പ്രതിഘാതോ ന വിദ്യതേ. അമ്മ ശപിച്ചാൽ ഇരിപ്പാണ് പരിഹാരം. ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല അച്ഛൻ്റെ ശാപത്തിന് പരിഹാരമുണ്ട്. 9 മാസം ഗർഭപാത്രത്തിൽ കിടക്കുന്നത് കൊണ്ട് അച്ഛനേലും പ്രാധാന്യം അമ്മയ്ക്കാണ്. ഗർഭധാരണ കോശാഭ്യാം മാതാ ഗരീയസി, അമ്മയാണ് വലുത്. ഒരച്ഛനും അമ്മയ്ക്കും ഒറ്റ മകനാണ്, സന്യസിക്കാൻ പോയി എന്ന് വിചാരിക്കുക. സന്യാസം കഴിഞ്ഞ് തിരിച്ചു വരാൻ പോകുന്നു എന്ന് അച്ഛനും അമ്മയ്ക്ക് അറിവ് കിട്ടി. ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് മകനെത്തും എന്ന് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടുപേരും മകനെ സ്വീകരിക്കാൻ കാത്തു നിൽക്കണം. അങ്ങനെ ആ മകൻ വന്നതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? കാല് കഴുകണം ആ മകൻ്റെ അച്ഛനും അമ്മയും കൂടി. കാല് കഴുകിയതിന് ശേഷം സന്യാസിയായിരിക്കുന്ന മകൻ നിൽക്കുന്ന സമയത്ത് അച്ഛൻ ദണ്ഡ നമസ്കാരം ചെയ്ത് സന്യാസിയെ നമസ്കരിക്കണം. സന്യാസി എന്ത് ചെയ്യണം? അമ്മയെ ദണ്ഡ നമസ്കാരം ചെയ്ത് നമസ്കരിക്കണം. ഇതാണ് അമ്മയുടെ മഹത്വം. ഈ അമ്മയോട് നമ്മൾ നന്ദി പറയുന്നുണ്ടോ? പ്രകൃതിയോട് നമ്മൾ നന്ദി പറയുന്നുണ്ടോ? പിണ്ടത്തെ രക്ഷിച്ച ശംഭുവിനോട് നമ്മൾ നന്ദി പറയുന്നുണ്ടോ? നന്ദി പറയുക, നന്ദി പറയുക. ഇതാണ് ഗുരുദേവൻ നമ്മൾ പറയും. 9ാമത്തെ ശ്ലോകമാണ്. ആർക്കും സംസാര ക്ലേശം അകറ്റാൻ ഭഗവത് കാരുണ്യം മാത്രമേ തുണയായുള്ളൂ. അതില്ലെന്ന് വന്നാൽ എല്ലാ ബന്ധങ്ങളും ദുഃഖപ്രദം എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് 9ാം പദ്യത്തോടുകൂടി ഈ കൃതി ഉപസംഹരിക്കുകയാണ് ഗുരുദേവൻ ചെയ്യുന്നത്. എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവനിന്നെടുത്ത് ചൊല്ലേണമോ ദുരിതമൊക്കെ അകറ്റണേ നീ. എല്ലാവരും അടിയനം ഒഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞ് എരുതിലേറി വരുന്ന ശംഭോ. ഭഗവാൻ എല്ലാം അറിഞ്ഞു. സർവജ്ഞനായ ഭഗവാൻ എല്ലാം അറിയുന്നു. ഇവനിന്ന് എടുത്തു ചൊല്ലണമോ? ഇവനിൽ ഓരോന്ന് എടുത്തു പറയേണ്ട കാര്യമുണ്ടോ? എല്ലാം കളഞ്ഞ് സകല ലോകസുഖങ്ങളിലും വിരക്തനായി എരുതിലേറി വരുന്ന ശംഭു. എരുത് കാള, കാളയാണ് വാഹനം. ആ കാളയുടെ മുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ശംഭു. മംഗളസ്വരൂപനായ ഭഗവാനെ, അവിടുന്ന് ദുരിതമൊക്കെ അകറ്റിത്തരണേ, എല്ലാ സംസാര ദുഃഖങ്ങളും തീർത്തു തരണേ. അങ്ങ് ഒഴിയുന്നുവെങ്കിൽ അവിടുന്ന് കൈവിട്ടാൽ ഈ ലോകത്ത് ആരും എനിക്ക് ബന്ധുവായിട്ടില്ല. അങ്ങ് ഒരാൾ മാത്രമാണ് എൻ്റെ ബന്ധു. സർവജ്ഞനായ ഭഗവാൻ എല്ലാം അറിയുന്നുണ്ട്. ഇവൻ ഇനി ഓരോന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. സകല ലോകസുഖങ്ങളിലും വിരക്തനായ കാളപ്പുറത്ത് കയറി സഞ്ചരിക്കുന്ന മംഗളസ്വരൂപനായ അലയോ ഭഗവാനെ, അവിടുന്ന് എല്ലാ സംസാര ദുഃഖങ്ങളും തീർത്തു തരണം. അവിടുന്ന് കൈവിട്ടു കഴിഞ്ഞാൽ ഈ ലോകത്ത് ആരും ബന്ധുവായി എനിക്കില്ല. ഇങ്ങനെയാണ് ഈ പിണ്ടനന്ദി അവസാനിപ്പിക്കുന്നത്. ഈ കൃതിയുടെ ഒരു മഹത്വം എന്ന് പറയുന്നത് സ്തോത്രകൃതിയാണ്. സ്തോത്രത്തിൻ്റെ ഒരു ലക്ഷണവും ഇതിലില്ല. ശിവനാണ് ഇതിൻ്റെ ദേവതയെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ശിവനോടാണ്. ആ ഗർഭപാത്രത്തിലിരിക്കുന്ന കുട്ടി വളർന്നു വലുതായി നല്ലൊരു സത്സന്താനമായി വരുവാൻ വേണ്ടി ആ ഗർഭിണിയുടെ
അബോർഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ കൃതി പാരായണം ചെയ്താൽ മതി. അകത്തിരിക്കുന്ന ഗർഭത്തെ സംരക്ഷിക്കുക ശംഭുവാണ് സംരക്ഷിക്കുന്നത്. ഈ കൃതി പാരായണം ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും ഗർഭം അലസിപ്പോകാറില്ല. നല്ലൊരു സന്താനം ഉണ്ടാകണമെങ്കിൽ വേറെ ചില കാര്യങ്ങളും പറയുന്നുണ്ട്. ബീജസങ്കലനം ചെയ്യുന്നതിന് മുമ്പായി രണ്ടുപേരും മന്ത്രജപം ചെയ്യാൻ പറയുന്നു. ആയുർവേദത്തിൽ പറയുന്നുണ്ട്. സന്താനം ജനിക്കുവാൻ, സത്സന്താനം ജനിക്കുവാൻ വേണ്ടി ഭാര്യയും ഭർത്താവും ബന്ധിക്കുവാൻ പോകുന്ന സമയത്ത് മന്ത്രം ചെയ്യാൻ വേണ്ടി ആയുർവേദത്തിൽ പറയുന്നു. ആയുരസി സർവത പ്രതിഷ്ഠാസി ധാതാ ത്വം ദദാതു ബ്രഹ്മവർച്ചസ അവയേത് ഇതി ബ്രഹ്മ ബൃഹസ്പതിർ വിഷ്ണു സോമ സൂര്യ തഥ അശ്വിനൗ ഭാഗോ അഥ മിത്രാവരുണൗ വീരം ദധതു മേ സുഖം. ജനിക്കാൻ പോകുന്ന സന്താനത്തിന് വീരമുണ്ടാക്കി തരണേ. ആരോടൊക്കെയാണ് പറയുന്നത്? ആയുരസി ഈ കുട്ടിക്ക് ദീർഘായുസ് വേണം, ദീർഘായുഷ്മാനായിരിക്കണം. അകത്തിരിക്കുന്ന കുട്ടി മരിച്ചു പോകരുത്. സർവധ പ്രതിഷ്ഠാസി എല്ലാ രീതിയിലും ഈ കുട്ടിക്ക് നിലനിൽപ്പുണ്ടാകണം, പ്രതിഷ്ഠ ഉണ്ടായിരിക്കണം. ധാതാത്വം ഗർഭത്തിൽ ധരിക്കട്ടെ, ഇവൻ ഗർഭത്തിൽ സാമർഥ്യത്തോടുകൂടി ധരിക്കട്ടെ. ത്വം ദധാതു രക്ഷിക്കട്ടെ. ഇതി ബ്രഹ്മ ത്രിമൂർത്തികളിൽ ബ്രഹ്മാവ്, ബൃഹസ്പതി ഗുരു, വിഷ്ണു സോമൻ ചന്ദ്രൻ, സൂര്യൻ, അശ്വിനി ദേവന്മാര്, മിത്രാവരുണന്മാര്, ഭഗൻ, ഇത്രയും ദേവതമാര് ഈ അകത്തിരിക്കുന്ന ഗർഭത്തിലിരിക്കുന്ന ശിശുവിന് വീര്യമുണ്ടാക്കി തരട്ടെ, ഇത് നശിച്ചു പോകാതിരിക്കട്ടെ. ഞങ്ങൾ രണ്ടുപേരും കൂടി ബന്ധം ചെയ്യാൻ പോവുകയാണ്, ഇന്റർകോഴ്സ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ ഉണ്ടാകുന്ന പിണ്ഡം ആ കുട്ടിക്ക് ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ദേവതമാര് തരണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സൽസന്താനം ജനിക്കുമെന്ന് ആയുർവേദത്തിൽ പറഞ്ഞു. ഗർഭാരംഭം മുതൽ പറയുന്നു. കൃഷ്ണ യജുർവേദീയ ക്രിയാരത്നമാല എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, ഗർഭാരംഭം മുതൽ 3 മാസം 90 ദിവസം ഒരു മന്ത്രം ജപിച്ച് നെയ്യ് കൊടുക്കാൻ പറയുന്നു. ഗർഭിണി പുരുഷ സൂക്തം ജപിച്ച് നെയ്യ് കൊടുക്കണം, അല്ലെങ്കിൽ ഫ്രഷായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വെണ്ണ ജപിച്ചു കൊടുക്കണം. നെയ്യ് 1 ടീസ്പൂൺ നെയ്യ് മതി, 1 ടീസ്പൂൺ വെണ്ണ മതി. അതിൽ ദർഭ തൊട്ടുകൊണ്ട് മന്ത്രം ജപിക്കാനാണ് പറയുന്നത്. പുരുഷ സൂക്തമാണ്. പുരുഷ ഏവേദം സർവം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദം, ഇതാണ് പുരുഷ സൂക്തം. അതിലാണ് പുരുഷ ഏവേദം സർവം യദ്ഭൂതം യദ്ഭവ്യം ഉദാ ആമ്ര തത്വശേഷാനൗ യദന്നേന തിരോഹതി. പുരുഷ ഏവേദം സർവം, പുരുഷത്വം ഉണ്ടാകാൻ കൂടിയാണ് പറയുന്നത്. ആ പുരുഷപ്രതി ജനിക്കുവാൻ കൂടിയുള്ള ഉദ്ദേശം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ആദ്യത്തെ 3 മാസത്തിൽ പുരുഷ സൂക്തം ജപിച്ച് നെയ്യ് കൊടുക്കാൻ പറയുന്നത്. 3 മാസം 90 ദിവസം കഴിഞ്ഞു. അടുത്തതാണ് 4-ാം മാസത്തിൽ ചതുരക്ഷരി ഗോപാല മന്ത്രമുണ്ട്. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വെണ്ണയോ നെയ്യോ. 5-ാം മാസത്തിലാണ് പഞ്ചാക്ഷര മന്ത്രം ഓം നമഃ ശിവായ ജപിച്ചുകൊണ്ട് വെണ്ണ കൊടുക്കാൻ പറയുന്നത്. 6-ാം മാസത്തിലാണ് ലഘു സുദർശന മന്ത്രം സുബ്രഹ്മണ്യ മന്ത്രം. ഈ 2 മന്ത്രങ്ങളും ജപിച്ചുകൊണ്ട്. 7-ാം മാസത്തിലാണ് പഞ്ചദുർഗ മന്ത്രം, മൃത്യുഞ്ജയ മന്ത്രം, ശിവന്റെ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചു കൊടുക്കാൻ. 8-ലാണ് അഷ്ടാക്ഷര മന്ത്രം. 9-ലാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പറയുന്നത്. വിഷ്ണു സഹസ്രനാമം ജപിച്ച് നെയ്യ് കൊടുത്തു കഴിഞ്ഞാൽ സാത്വികമായിരിക്കുന്ന ഭാവത്തോടുകൂടിയ സന്താനം ജനിക്കും. എൻ്റെ വീടിൻ്റെ അടുത്തൊരു സംഭവം ഉണ്ടായി. ഒരു അന്തർജനം ഗർഭിണിയാണ് എന്ന് മുദ്ര കുത്തിയ ദിവസം മുതൽ യൂറിൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് അയ്യോ ഈ സ്ത്രീ ഗർഭിണിയാണ്, പ്രഗ്നൻസി പോസിറ്റീവാണ് എന്നറിയുന്നത് മുതൽ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ അവരെല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുമായിരുന്നു. 7-ാം മാസം തുടങ്ങുന്ന സമയത്ത് ഒരു മന്ത്രം വന്ന സമയത്ത് സ്പഷ്ടതരോ മന്ത്രം, ഒരു മന്ത്രമുണ്ട്. ഈ മന്ത്രം ഉരുക്കഴിക്കുന്ന സമയത്ത് ഈ ഗർഭപാത്രത്തിൻ്റെ അകത്തൊരു വൈബ്രേഷൻ ഉണ്ടായി. ആദ്യം ഇവർക്കത് മനസ്സിലായില്ല. എല്ലാ ദിവസവും ജപിക്കുന്ന സമയത്ത് പിറ്റേ ദിവസവും ഈ മന്ത്രം വരുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ ഉണ്ടായി. 3 ദിവസം ഇങ്ങനെ ആയ സമയത്ത് ഇനി ഇങ്ങനെ ഉണ്ടാകുമോ എന്ന് പരീക്ഷിക്കാൻ 4-ാമത്തെ ദിവസവും ഈ ഒരു ബോധത്തോടുകൂടി ഈ മന്ത്രം വന്ന സമയത്ത് വൈബ്രേഷൻ. എല്ലാ ദിവസവും ഈ ഒരു മന്ത്രത്തിന് ഈ കുട്ടിക്ക് അകത്ത് സ്പന്ദനം ഉണ്ടാകുന്നു. ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഈ കുട്ടി ഒരു സ്ത്രീ പ്രജയായിട്ടാണ് ജനിച്ചത്. ഗർഭവതി കുട്ടി
വൈഷ്ണവമായിരിക്കുന്ന കൃഷ്ണന്റെ കഥകൾ പറഞ്ഞു തരാതെ ഞാൻ ചോറ് കഴിക്കില്ല. കുട്ടി വാശിപ്പിക്കുന്നു. അമ്മയുടെ പേര് കുട്ടി മാറ്റി യശോദാമ എന്ന് കുട്ടി വിളിച്ചു തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ വൈഷ്ണവമായിരിക്കുന്ന ചൈതന്യം കുട്ടിയുടെ അകത്തേക്ക് വരുത്തുവാൻ വേണ്ടി വിഷ്ണു സഹസ്രനാമത്തിൽ പ്രാർത്ഥനയുണ്ട്. ഇതിൽ 3 നാമങ്ങളാണ്. അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ. പരശുരാമ കൽപ്പസൂത്രം എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥത്തിൽ പറയുന്നു, ഈ 3 നാമങ്ങൾ നാമത്രയീ വിദ്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. മഹാവ്യാധിനാശിനി നാമത്രയീ വിദ്യ. അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ. ഏഷ നാമത്രയീ വിദ്യ മഹാവ്യാധി വിനാശിനി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു രോഗം ഉണ്ടാവില്ല. ക്യാൻസർ ആണെങ്കിലും ഏതാണെങ്കിലും വരില്ല. രോഗപ്രതിരോധ ശക്തി കൂടുതൽ കിട്ടുന്നു. ഈ മന്ത്രം തന്നെയാണ് ധന്വന്തരി മന്ത്രത്തിൽ അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മയ നാശനാശേഷാൻ ആശു ധന്വന്തരി ഹരേ. ധന്വന്തരി മന്ത്രത്തിലും ഈ 3 നാമങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഗർഭിണികൾ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. ഇനി ആയുർവേദത്തിൽ പ്രത്യേകം വേറൊരു വിധി പറയുന്നുണ്ട്. നല്ലൊരു സന്താനം ജനിക്കുവാൻ വേണ്ടി 1-ാം മാസം ഗർഭിണികൾ ശീലിക്കേണ്ട ഒരു ചര്യ പറയുന്നു. ശുശ്രുതനും വാഗ്ഭടനും പറയുന്നു. 1-ാം മാസം കുറുന്തോട്ടി വേര് പാല് തരച്ചു കൊടുക്കണം ഗർഭിണിക്ക്. 2-ാം മാസം തിരുതാടി പാല് തരച്ചു കൊടുക്കണം. പ്രഥമേ ഗർഭമാസേതു ബലാസിദ്ധം പയപ്പിവേത്. ആയുർവേദം പറയുന്നത് ബലാസിദ്ധം പയഹ, പയ പാല്, ബലം കുറുന്തോട്ടി. ദ്വിതീയേ ലക്ഷണാസിദ്ധം, തൃതീയേ ബൃഹതിദ്വയ. 3-ാം മാസത്തിലെ ചെറുവഴുതന, വെൺവഴുതന, ഇത് 2ഉം അരച്ചു കൊടുക്കണം. ഇതിൻ്റെ വേര് അരച്ചു കൊടുക്കും. 4-ാമത്തെ മാസത്തിലാണ് ഓരില വേര് അരച്ചു കൊടുക്കാൻ പറയുന്നത്. 5-ാമത്തെ മാസത്തിൽ ചിറ്റമൃത അരച്ചു കൊടുക്കണം. അതിൽ ആരും മൊരിയും നീക്കിയിട്ട് വേണം കൊടുക്കാൻ. 6-ാമത്തെ മാസത്തിൽ ഉത്തരിച്ചുണ്ട വേര് പാലരച്ചു കൊടുക്കണം. 7-ാമത്തെ മാസമാണ് യവം പാലരച്ചു. 8 പെരും കുരുമ്പ വേര് അരച്ചു കൊടുക്കും. 9-ാം മാസത്തിലെ ശതാവരി കിഴങ്ങ് പാൽ കഷായം വെച്ച് സേവിക്കുക. ഗർഭ വക്രാന്തീയം എന്ന ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മരുന്നുകൾ കൊടുക്കുന്ന സമയത്തും കുട്ടിക്ക് രോഗപ്രതിരോധ ശക്തി കൂടുതലുണ്ടാകും. മന്ത്രജപം ചെയ്യുന്ന സമയത്തും ഒരു ഊർജം കുട്ടിക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ജനിക്കുന്ന കുട്ടികൾ പ്രധാനമായിട്ടും ഗുരുദേവൻ പറഞ്ഞു, ധർമ്മം എന്ന കൃതിയിൽ ഗുരുദേവൻ പറഞ്ഞു, ധർമ്മ ഏവ ഹി ബോദ്ധവ്യ. ധർമ്മത്തെപ്പറ്റി നിങ്ങൾ ആദ്യം തന്നെ പഠിക്കുക, ബോധിക്കുക. മന്ദവ്യ, നിങ്ങൾ എപ്പോഴും ധർമ്മത്തെപ്പറ്റി മനനം ചെയ്തുകൊണ്ടിരിക്കുക, ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അനുഷ്ഠേയ, നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാബല്യത്തിൽ വരുത്തുക, പ്രായോഗികമാക്കുക. ഉപദേഷ്ടവ്യ, നിങ്ങളുടെ തലമുറകൾക്ക്, പരമ്പരകൾക്ക്, സന്താന പരമ്പരകൾക്ക് അത് നിങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക. ഇതാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. അനുഷ്ഠേയ, നിങ്ങൾ അനുഷ്ഠിച്ചു കാണിച്ചാൽ മാത്രമേ നിങ്ങളുടെ കുട്ടികൾ അതനുസരിക്കുകയുള്ളൂ. അതാണ് ധർമ്മം. ഈ ധർമ്മത്തിൻ്റെ ഒരു ഭാഗമാണ്, അതിനെ ഞാൻ പറഞ്ഞു, ഗർഭാധാനാത് സമാരഭ്യ പിതരവും ബ്രഹ്മചാരിണവും. നിങ്ങൾ ബ്രഹ്മചാരികളായിട്ട് ജീവിക്കണം. എന്തുകൊണ്ടാണ്? ഏത് ദിവസം വരെയാണ് ജീവിക്കേണ്ടത്? സ്യാദാം ശിശോഹോ സ്തന്യപാന നിവൃത്യന്തം. ശിശുവിൻ്റെ സ്തന്യപാനം നിവൃത്തി വരെ, പ്രസവം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ലൈംഗികത ആസ്വദിക്കാൻ പാടില്ല. മാറിടത്തിന് ഭയങ്കര ഭംഗിയായിരിക്കും. പ്രസവം കഴിയുമ്പോൾ പാല് നിറയുമ്പോൾ അവിടെ തൊടാൻ സാധ്യതയുണ്ട്, തൊടാൻ ആഗ്രഹം വരുന്നു. തൊടാൻ പാടില്ല എന്നാണ് ഗുരുദേവൻ പറയുന്നത്. അവിടെ തൊടുന്ന സമയത്ത് ആ മാറിടത്തിനകത്തിരിക്കുന്ന മുലപ്പാല് ദുഷിക്കും. അതിലൊരു ലൈംഗികതയുടെ ചുവ മുലപ്പാലിലേക്ക് വന്നു ചേരും. ആ മാറിടം തൊടുന്ന സമയത്ത് എൻജോയ്മെന്റ് ഉണ്ടാകുന്നു, സുഖം കിട്ടുന്നു. അവിടെ ഒരു സെക്സ്വൽ ഹോർമോൺ അതിൻ്റെ അകത്ത് പ്രൊഡക്ഷൻ നടക്കും. ആ സെക്സ്വൽ ഹോർമോൺ മുലപ്പാലിൽ കൂടി, ദുഷിച്ച മുലപ്പാലിൽ കൂടിയാണ് ആ കുട്ടിയുടെ അകത്തേക്ക് കൊടുക്കുന്നത് അമ്മ. അങ്ങനെ സെക്സ്വൽ ഹോർമോണിൻ്റെ ഒരു അംശം കുട്ടിയിലേക്ക് പോകുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 4-ാമത്തെ വയസ്സിലോ 5-ാമത്തെ വയസ്സിലോ കുട്ടി എതിർലിംഗത്തെ കാണുന്ന സമയത്ത് ഐ ലവ് യു എന്ന് പറയുന്നു. മറ്റാൾ പറയും ഐ ആൾസോ ലവ് യു, ഐ ഡോണ്ട് ലവ് യു, ഐ ഹേറ്റ് യു പറയാൻ അവർക്ക് പറ്റില്ല.
എന്തുകൊണ്ടാണ്? കുട്ടികളുടെ കുറ്റമല്ല, അച്ഛനമ്മമാരുടെ കുറ്റമാണ്. എൻജോയ് ചെയ്തിട്ടാണ് അവർ ആ സമയം പാഴാക്കിയത്. ഇത് നിങ്ങൾ ഇത് അനുഷ്ഠിക്കുകയാണെങ്കിൽ ഗുരുദേവൻ ഉറപ്പ് പറയുകയാണ്, അടിവരയിട്ട് പറയുകയാണ്, ഈ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന, ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന, മന്ത്രശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന തരത്തിൽ ഒരു കുട്ടി നിങ്ങൾക്ക് ജനിക്കുകയാണെങ്കിൽ അത് ചെറിയ ഒരു ശങ്കരാചാര്യരോ ചെറിയ ഒരു ഗുരുദേവനോ ചെറിയ ഒരു മാതാ അമൃതാനന്ദമയി അമ്മയോ ആയി വരാൻ സാധ്യതയുണ്ട്. ന്യൂ ജനറേഷൻ ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവർ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇതൊക്കെ മനുഷ്യന് പറ്റാത്ത കാര്യങ്ങളല്ല. ഇമ്പോസിബിൾ ഈസ് എ വേർഡ് വിച്ച് ഈസ് നോട്ട് ഇൻ മൈ ഡിക്ഷണറി എന്ന് നെപ്പോളിയൻ പറഞ്ഞിട്ടുണ്ട്. ന്യൂ ജനറേഷന് വേണ്ടിയാണ് ഇത് പറയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആയുർവേദ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന വൈദ്യന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതവർ പറഞ്ഞു തരും. തന്ത്രിമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രങ്ങൾ പറഞ്ഞു തരും. നോക്കുക, ഇതാണ് പിണ്ടനന്ദിയിൽ കൂടി ഗുരുദേവൻ ആ പിണ്ടത്തെ രക്ഷിച്ച അല്ലയോ ഭഗവാന് നന്ദി പറഞ്ഞുകൊണ്ട്, ആ ഭഗവാന് നന്ദി പറഞ്ഞുകൊണ്ട്, പിണ്ടത്തിനായിക്കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട്, ഗുരുദേവനായിക്കൊണ്ട് ഇത്രയും വലിയൊരു മഹത്വപൂർണ്ണമായിരിക്കുന്ന ഒരു അനുഗ്രഹീതമായിരിക്കുന്ന കൃതിയാണ്, ഉദാത്തമായ കൃതിയാണ്. ഈ കൃതി രചിച്ച ഗുരുദേവന്റെ പാദകമലങ്ങളിൽ ഈ പറഞ്ഞ വാക്കുകൾ മുഴുവനും മാനസിക പുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ശംഭുവിൻ്റെ കാൽപാദങ്ങളിലും ഈ പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന് അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോടും ഇത് കേട്ടിരുന്ന സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഗുരുജനങ്ങളോടും അമ്മമാരോടും അമ്മൂമ്മമാരോടും ഭക്തജനങ്ങളോടും വീണ്ടും ഒന്നുകൂടി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ಮೊದಲೇ ನಾನು